സോ ഹായ് ഓൾ, നമ്മളൊരു പുതിയ സെഷനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പ്രഷറിനെ പറ്റിയാണ് പറഞ്ഞത് അല്ലേ. പ്രഷർ എങ്ങനെ കാണും? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഈ ചാപ്റ്റർ അത്യാവശ്യം നല്ല ഒരു ലെങ്തി ചാപ്റ്ററാണ്, പെട്ടെന്നൊന്നും തീരൂല. ഓക്കെ, ഒരു 5 ക്ലാസ്സെങ്കിലും വേണ്ടി വരും തീർക്കാൻ. അപ്പൊ ഈ മാസം കൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ തീർക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളത് 5 ചാപ്റ്റർ മാത്രമാണ്. ഓക്കെ, അത് നമ്മൾ കൂളായിട്ട്, അതിൽ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ ലെങ്ത് കുറഞ്ഞ ചെറിയൊരു ചാപ്റ്ററാണ്. പിന്നെ ബാക്കി 4 ചാപ്റ്ററേ ബാക്കിയുള്ളൂ. ഓക്കെ, അത് നമ്മൾ അടുത്ത മാസം കൊണ്ട് തീർക്കും. അപ്പോ നമുക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് അത് എന്താന്ന് നോക്കാം. സോ എന്താ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറഞ്ഞാൽ? ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ എക്സേർട്ടഡ് ബൈ എ ലിക്വിഡ് കോളം ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ഇസ് ഷേപ്പ്. ദിസ് ഈസ് കോൾഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. അങ്ങനെ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ ഞാൻ വരച്ച് കാണിച്ചു തരാം. അപ്പൊ ഞാൻ വരച്ച് ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോ ഒരു ലിക്വിഡ് കോളാണ്. ഓക്കെ, ഇതിപ്പോ ഒരു ലിക്വിഡ് കോളാണ് വിചാരിക്കാം. ഇതിപ്പോ ഒരു ലിക്വിഡ് കോളാണ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇത് എന്താണ് കവി ഉദ്ദേശിക്കുന്നത് നമ്മളൊന്ന് പറയണല്ലോ. ഓക്കെ, സോ അതില് ഒരു ലിക്വിഡ് നിറച്ചിട്ടുണ്ട്. ഏത് ലിക്വിഡ് ആയിക്കോട്ടെ, നമുക്ക് വിഷയമല്ല. ഓക്കെ, അപ്പൊ ഇതിവിടെ കുറെ ഷേപ്പുകൾ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ കുറെ എന്തുണ്ട്, ഷേപ്പുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു ഷേപ്പ് ഇങ്ങനെയാണ്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ഷേപ്പ് ഉണ്ട്. സോ ഒരു ഷേപ്പ് എന്താണ്, ഇങ്ങനെയാണ്. ഓക്കെ, പിന്നെ അടുത്ത ഷേപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ആംഗിൾ ഇങ്ങനെ ഇങ്ങോട്ടാണ്. ഓക്കെ, അടുത്ത ഷേപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നേരെ ഇങ്ങനെ ഇങ്ങോട്ട് ചേർന്നിട്ടാണ്. അപ്പോൾ ഷേപ്പുകളൊന്നും ഒരേപോലെ അല്ല. ഓക്കെ, അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെ. സോ ഇവിടെയും വേറൊരു സംഭവം ഉണ്ട്. സോ അതിന്റെ ഷേപ്പ് നേരെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട്. സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഒരു ലിക്വിഡ് നിറച്ചാൽ എന്താ സംഭവിക്കുക? ഇവിടെ ലിക്വിഡ് നിറച്ചാൽ സ്വാഭാവികമായിട്ട് ഇതിലൂടെ ഒക്കെ എന്ത് ചെയ്യും, റൈസ് ചെയ്യും. സോ ഇവിടെയൊക്കെ ആ ലിക്വിഡ് ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെയൊക്കെ എന്തുണ്ടാവും, ആ ലിക്വിഡ് ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെയൊക്കെ എന്തായിരിക്കും, ആ ലിക്വിഡ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇതിന്റെയൊക്കെ ഷേപ്പ് വേറെ വേറെ ആണ് അല്ലെ. ഇതിന്റെയൊക്കെ ഷേപ്പ് വേറെ വേറെ ആണ്. ഇതിനാണ് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഈ ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റിലുള്ള സപ്പോസ് ഇതിന്റെയൊക്കെ ഹൈറ്റ് സെയിം ആട്ടോ. ഓക്കെ, അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈറ്റും കൂടെ സെയിം ആണ്. സോ ഇത് ഇത്രയ്ക്ക് ഹൈറ്റ് പാടില്ല. ഓക്കെ, സപ്പോസ് എല്ലാത്തിന്റെയും ഹൈറ്റ് എച്ച് ആണെന്ന് വിചാരിക്കാം. എല്ലാത്തിന്റെയും ഹൈറ്റ് എച്ച് ആണെന്ന് വിചാരിക്കാം. സോ ഈ പോയിന്റിലുള്ള പ്രഷർ എന്തായിരിക്കും? പി ഈസ് ഈക്വൽ ടു എച്ച് റോ ജി ആയിരിക്കും. ഓക്കെ, നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ ഇപ്പോൾ കൂട്ടണ്ട. ഈ പോയിന്റിലുള്ള പ്രഷറോ അതും പി ഈസ് ഈക്വൽ ടു എച്ച് റോ ജി ആയിരിക്കും. ഈ പോയിന്റിലുള്ള പ്രഷറോ അതും പി ഈസ് ഈക്വൽ ടു എച്ച് റോ ജി ആയിരിക്കും. കാരണം എല്ലാം ഒരേ പോയിന്റ് ആണ്, എല്ലാത്തിന്റെ ഹൈറ്റ് എച്ച് ആണ്. സോ ഇതിന് മനസ്സിലാവുന്ന എന്താണ്, പ്രഷർ എക്സേർട്ടഡ് ബൈ എ ലിക്വിഡ് കോളം ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ഇസ് ഷേപ്പ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വരച്ച ഈ ഒരു സാധനത്തിന്റെ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പൊ ഇതേപോലത്തെ ഒരു ഷേപ്പിലും പ്രഷർ എച്ച് റോ ജി ആണ്. ഇപ്പൊ ഇതേപോലത്തെ ഒരു ഷേപ്പാണ്. സോ അതിന്റെ പ്രഷറും എച്ച് റോ ജി ആണ്. പിന്നെ ഇതേപോലെ ഒരു ഷേപ്പ് ഇല്ലാത്ത ഒരു സാധനം ബട്ട് അതായാലും ഓക്കെ, അതിന്റെ ഷേപ്പ് പ്രഷർ എന്താണ്, എച്ച് റോ ജി ആണ്. സോ ഇതിനെയാണ് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഷേപ്പ് എന്തായിക്കോട്ടെ വിഷയമല്ല. ലിക്വിഡ് എക്സൈറ്റ് ചെയ്യുന്ന എന്താ പറയാ, ലിക്വിഡിന്റെ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത് പി ഈസ് ഈക്വൽ ടു എച്ച് റോ ജി ആണ്. ഹൈറ്റിനെയാണ് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് മാറ്റുമ്പോൾ മാറും. പിന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അത് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഷേപ്പിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ അതാണ് ഇതിനെ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇത് അത്യാവശ്യം മനസ്സിലാക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇതിൽ. ദെൻ പാസ്കൽസ് ലോ. ഓക്കെ, പാസ്കൽസ് ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാസ്കൽസ് ലോ എന്താ പറയാ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ വെച്ചാൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും. എക്സാമിന് ചോദിക്കലുണ്ട്. 2 മാർക്കിന് പാസ്കൽസ് ലോ ചോദിക്കും, പാസ്കൽസ് ലോന്റെ അപ്ലിക്കേഷൻ ചോദിക്കും. ഓക്കെ, അപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. So Pascal's law എന്ന് പറഞ്ഞാൽ എന്താണ്? This law states that the pressure applied at a point on an enclosed fluid is equally transmitted to all part of the fluid. അതായത് നമ്മൾ എന്താ പറയാ, സപ്പോസ് എന്താ പറയാ, ഇതൊരു എൻക്ലോസ് ചെയ്ത ഫ്ലൂയിഡ് ആണ്, അടിച്ചു വെച്ച ഫ്ലൂയിഡ് ആണ്. ഓക്കെ, എൻക്ലോസ് ചെയ്ത് മീൻസ് പുറത്തേക്കൊന്നുമില്ല. ഞാൻ ഈ ഒരു പോയിന്റിൽ ഒരു പ്രഷർ കൊടുത്താൽ, ഈ ഒരു പോയിന്റിലാണ് പ്രഷർ കൊടുത്താൽ, അങ്ങനെയാണെങ്കിൽ ഈ പ്രഷർ എന്താ ചെയ്യുക വെച്ചാൽ, അത് കൊടുത്ത പ്രഷർ ഇപ്പൊ 5 പാസ്കൽ ആണെന്നുണ്ടെങ്കിൽ ഈ 5 പാസ്കൽ തന്നെ ആയിരിക്കും ഈ എൻറ്റയർ എന്താ പറയാ ലിക്വിഡിൽ ഉണ്ടാവുക. എൻറ്റയർ ലിക്വിഡിൽ ഉണ്ടാവുമ്പോൾ എൻക്ലോസ് ചെയ്തതാവണം, പ്രത്യേകം നോക്കണം. എൻക്ലോസ് ചെയ്ത ലിക്വിഡ് ആവണം. ഓക്കെ, ഈ ഒരു 5 പാസ്കൽ എന്ത് ചെയ്യും, എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. എല്ലാ ഭാഗത്തും ലിക്വിഡിന്റെ എല്ലാ ഭാഗത്തേക്കും ഈ 5 പാസ്കൽ ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ഹൈറ്റ് മാറിയാൽ മാറും, അതൊന്നും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. പാസ്കൽസ് ലോ പറയുന്നത് എന്താണ്, ഒരു എൻക്ലോസ് ചെയ്ത ഫ്ലൂയിഡ്, അതാണ് എൻക്ലോസ് ചെയ്ത ഫ്ലൂയിഡിൽ നമ്മൾ ഒരു പോയിന്റിൽ ഒരു പ്രഷർ കൊടുത്താൽ അത് ബാക്കിയുള്ള എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ആയിട്ട് മൂവ് ചെയ്യും. ഒരു കറണ്ട് പോലെ ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. സോ ഇതിനെയാണ് നമ്മൾ പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ പാസ്കൽസ് ലോ എന്ന് പറയുന്നത്.
സോ പാസ്കൽസ് ലോ എന്താ, നമ്മുടെ ലിക്വിഡ് സപ്പോസ് ഇവിടെ ഒരു പോയിന്റിൽ ഒരു 6 പാസ്കൽ കൊടുത്താലോ അത് ഈക്വൽ ആയിട്ട് ഈ ലിക്വിഡിലൂടെ മൊത്തം എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. സോ അതിനാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. സോ ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രഷർ അപ്ലൈഡ് അറ്റ് എ പോയിന്റ് ഓഫ് ആൻ എൻക്ലോസ്ഡ് ഫ്ലൂയിഡ്, അതാണ് എൻക്ലോസ്ഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്, ഈസ് ഈക്വലി ട്രാൻസ്മിറ്റഡ് ടു ഓൾ പാർട്സ് ഓഫ് ദ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പൊ അതിനാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. ഈ പാസ്കൽസ് ലോക്ക് കുറെ അപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, പാസ്കൽസ് ലോക്ക് കുറെ അപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ഒന്നാമത്തെ അപ്ലിക്കേഷൻ ആണ് എന്ത്, പാസ്കൽസ് ലോന്റെ അപ്ലിക്കേഷൻ ആണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഓക്കെ, ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ് നമ്മൾ എന്താ പറയാ ആദ്യം പറയുന്ന അപ്ലിക്കേഷൻ. സാധാ നമ്മളെ ലിഫ്റ്റ് അല്ല, ഹൈഡ്രോളിക് ലിഫ്റ്റ് വേറെ ഡിവൈസ് ആണ്. ഓക്കെ, അപ്പൊ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് ഹെവി ലോഡ്. ഭയങ്കര ലോഡ് മീൻസ് ഭയങ്കര മാസ് ഉള്ള പലതരം വസ്തുക്കളുണ്ട്. കാറ്, ജീപ്പ്, ബസ്, ലോറി, അങ്ങനത്തെ പല ഐറ്റംസ് ഉണ്ട്. സോ ഇതിനൊക്കെ എന്താ പറയാ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. അതെ, ഇറ്റ് വർക്ക്സ് ബേസ്ഡ് ഓൺ ദ പാസ്കൽസ് ലോ. അത് പാസ്കൽ ലോ പ്രകാരമാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് പാസ്കൽസ് ലോ പ്രകാരമാണ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കണം. ബിഫോർ ദാറ്റ് വി ഹാവ് ടു ഡ്രോ ദ പിക്ചർ ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഓക്കെ, നമുക്ക് ഹൈഡ്രോളിക് എന്താ പറയാ ലിഫ്റ്റിന്റെ പിക്ചർ ഒന്ന് വരക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും ഇവിടെയൊക്കെ എങ്ങനെ പാസ്കൽസ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇങ്ങനെ വരക്കുന്നു. ഓക്കെ, അപ്പോ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ, നമ്മൾ ലാഘവത്തോട് കൂടെ വിടരുത്, കാരണം ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാൻ നോക്കട്ടോ. ചിലപ്പോൾ എന്റെ ലൈനുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിണ്ടാവും, ബട്ട് നിങ്ങളത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരക്കണം. ഓക്കെ, അത് ഞാനൊന്ന് ഓർഡർ ഇടുന്നല്ല, നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചാൽ സന്തോഷം, കുറച്ച് വൃത്തിയൊക്കെ ഉണ്ടായിക്കോട്ടെ. അതിനടുത്ത് എനിക്ക് വൃത്തിയില്ല എന്നാണ്. ഓക്കെ, കാരണം ഇത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണല്ലോ, അപ്പൊ മറ്റേത് വരച്ചാലും ബോർഡിൽ വരച്ചാലും ഒക്കെ ഇതേപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മളെ ഇത്. ഓക്കെ, ഇതാണ് അതിന്റെ പിക്ചർ, ഇതേപോലെ ആയിരിക്കും. ഓക്കെ, സോറി, കുറച്ചും കൂടെ അങ്ങോട്ട് നീട്ടാം. ഓക്കെ, അപ്പോ ഇതാണ് അതിന്റെ ഒരു ഇത് വരിക. ഓക്കെ, സോ ഈ ഭാഗം രണ്ട് ഓപ്പണിംഗ് ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ ഇതിപ്പോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് എന്ത് കിട്ടും, ഒരു ഐഡിയ വരും. ഓക്കെ, സോ ഇതാണ് എന്ത്, ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ചിത്രം ഇതാണ്. ഓക്കെ, ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ചിത്രം ഇതാണ്. പിന്നെ ഇവിടെ വേറെയും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താണുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, പിസ്റ്റണൊക്കെ ഉണ്ടാവും ഇതിന്. സോ ഇതിനൊരു പിസ്റ്റണൊക്കെ ഉണ്ടാവും. സോ ഇവിടെ നമ്മൾ ഇതേപോലത്തെ ഒരു ഇത് വെച്ചു. ഓക്കെ, പിന്നെ ഇവിടെ അതിനേക്കാൾ വലുതായിട്ടൊരു പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ അല്ല, അതൊക്കെ പറഞ്ഞുതരാം എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഈ ഭാഗത്ത് എന്തുണ്ടാവും, ഒരു പിസ്റ്റൺ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഭാഗത്ത് ഇതേപോലെ ഒരു പിസ്റ്റൺ ഉണ്ടാവും. അതേപോലെ ഈ ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യും, ഈ ഭാഗത്താണ് നമ്മൾ വലിയ ലോഡുകൾ വെക്കുക. ഓക്കെ, ഈ ഭാഗത്താണ് നമ്മൾ വലിയ ലോഡുകൾ വെക്കുക. ഓക്കെ, സോ ഈ ഭാഗത്ത് ഇപ്പോൾ ഒരു കാറോ ലോറിയോ ജീപ്പോ ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഇവിടെ ഹെവി ലോഡ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെ പൊക്കും, അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ലിക്വിഡ് ഉണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഇതിന്റെ ഉള്ളിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് വരാം. സോ ഇതാണ് ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഒരു സാധാ ഒരു പിക്ചറിയൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു, ചെറിയ ഡയഗ്രാം. ഓക്കെ, നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാനുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതില് ഡിസ്ക്രിപ്ഷൻ നന്നായിട്ടുണ്ട്, നമ്മളെ തിയറി കറക്റ്റ് പറഞ്ഞുതരും. അപ്പൊ ആ തിയറിയിൽ നോക്കുക, ആ തിയറി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കൊണ്ടുപോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പം ഇതിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് ഞാൻ വൃത്തിയിൽ പറഞ്ഞുതരാം, എങ്ങനെയൊക്കെ വരുമെന്ന്. ഓക്കെ, അപ്പൊ ഈ ചിത്രം അവിടെ ഉണ്ടാവും, ആ ചിത്രം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ എന്തൊക്കെ നോക്കുന്നത് ഇപ്പോ നോക്കാം. സോ ഹൈഡ്രോളിക് ലിഫ്റ്റ് കൺസിസ്റ്റ് ഓഫ് 2 വെർട്ടിക്കൽ സിലിണ്ടേഴ്സ് സി ആൻഡ് ഡി ഓഫ് ഡിഫറെന്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സിയും ഡിയും, അപ്പൊ 2 വെർട്ടിക്കൽ സിലിണ്ടർ ആണ്. സോ ഈ ഭാഗത്തിനെ സി എന്ന് വിളിച്ചു, ഈ ഭാഗത്തെ സിലിണ്ടർ നമ്മൾ ഡി എന്ന് വിളിച്ചു. ഓക്കെ, രണ്ടിന്റെയും നോക്കേണ്ട കാര്യം, രണ്ടിന്റെയും ഏരിയ സെയിം അല്ല. ഇതിന്റെ ഈ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇതിനേക്കാൾ വളരെ കൂടുതലാണ് ഈ ഭാഗത്തിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, സോ രണ്ടിന്റെയും ഏരിയ സെയിം അല്ല, ഏരിയ സെയിം ആയ പ്രശ്നമുണ്ട്. ഓക്കെ, the 2 vertical cylinders are connected by a horizontal pipe. ഓക്കെ, അപ്പൊ 2 വെർട്ടിക്കൽ സിലിണ്ടർ, ഈ സി എന്ന് പറയുന്ന ഈ ഒരു സിലിണ്ടറും അതേപോലെ ഡി എന്ന് പറഞ്ഞ ഈ സിലിണ്ടറും കൂടെ കണക്ട് ചെയ്യുന്നത് ഇതേപോലത്തെ ഒരു പൈപ്പിലാണ്. രണ്ടും കൂടെ ഒരു ഹൊറിസോണ്ടൽ പൈപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത്, ദ 2 വെർട്ടിക്കൽ സിലിണ്ടേഴ്സ് ആർ അറ്റാച്ച്ഡ് വിത്ത് മൂവബിൾ ഫ്രിക്ഷൻലെസ് പിസ്റ്റൽ. ഓക്കെ, അപ്പൊ 2 വെർട്ടിക്കൽ എന്താ പറയാ സിലിണ്ടേഴ്സിലും 2 പിസ്റ്റിലുണ്ട്. സോ ഇത് പിസ്റ്റിലാണ്. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. സോ മൂവബിൾ പിസ്റ്റിലാണ് രണ്ടിടത്തുള്ളത്.
ഓക്കെ, അതിന് താഴോട്ടും അതേപോലെ ഇങ്ങോട്ട് താഴോട്ടും മുകൾക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. സോ രണ്ട് മൂവബിൾ പിസ്റ്റൺ ഉണ്ട്, ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്, ഇവിടെയും ഒരു പിസ്റ്റൺ ഉണ്ട്. ഓക്കെ, അതാണ് പറഞ്ഞത്. ഓക്കെ, the two vertical cylinders are attached with a movable frictionless piston. അടുത്തത്, the vertical cylinders and the horizontal pipe are filled with a suitable fluid. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ മൊത്തത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്യൂട്ടബിൾ ഫ്ലൂയിഡ് വെച്ചിട്ട് മൊത്തം ഉണ്ടാവും. ഫ്ലൂയിഡ് ഏതാന്നുള്ളത് നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചിരിക്കും. സോ അതൊക്കെ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഫ്ലൂയിഡ് ഏതാന്ന് ഇപ്പൊ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദ ഹെവി ലോഡ് ടു ബി ലിഫ്റ്റഡ് ഈസ് പ്ലേസ്ഡ് ഓൺ ലാർജ് പിസ്റ്റൺ. സോ നമുക്ക് പൊക്കേണ്ട വലിയ ലോഡിനെ നമ്മൾ ഈ ഡി എന്നുള്ള ലാർജ് എന്ന ഭാഗത്താണ്, ഈ പിസ്റ്റലിലാണ് വെക്കുക. ഓക്കെ, അപ്പൊ ഈ പിസ്റ്റൽ അത്യാവശ്യം വലുപ്പം ഉണ്ടാവും. സോ ഈ ഡി എന്നുള്ള സിലിണ്ടറിലെ പിസ്റ്റലിലാണ് നമ്മൾ ഹെവി ലോഡ് പ്ലേസ് ചെയ്യുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ. ഇനി പാസ്കൽസ് ലോ ഇവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഓക്കെ, പാസ്കൽസ് ലോ ഇവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഈ ഭാഗം സംഭവം സെറ്റ് ആവുന്നു എന്ന് നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പൊക്കേണ്ടത് ഒരു വലിയ ലോഡാണ്. ഓക്കെ, ഒരു കാറോ ജീപ്പ് പോലത്തെ വലിയ ലോഡാണ്. ലെറ്റ് എ ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് സ്മോൾ എഫ് ഈസ് അപ്ലൈഡ് ഓൺ സ്മോളർ പിസ്റ്റൺ ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ നമ്മളെ ഹെവി ലോഡ് ഉണ്ട്, ഇത് നമുക്ക് പൊക്കണമെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട്, ഓക്കെ, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പൊ ആദ്യത്തെ സ്മോളർ പിസ്റ്റലിൽ ഞാൻ എന്ത് ചെയ്തു, ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഒരു സ്മോൾ എഫ് എന്നുള്ള ഫോഴ്സ് കൊടുത്തു. ഓക്കെ, ഈ സി എന്നുള്ള സിലിണ്ടറിന്റെ ഏരിയ സ്മോൾ എ ആണ്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് സ്മോൾ സിലിണ്ടർ ആണ് സ്മോൾ എ. ഞാനൊരു വലിയ ഫോഴ്സ് എഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്യാവശ്യം സൈസബിൾ ഫോഴ്സ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സൈസബിൾ അല്ല, ക്വാണ്ടിറ്റി വൈസിൽ അത്യാവശ്യം നല്ല ഫോഴ്സ് ആണ് ഞാൻ ഈ ഭാഗത്തേക്ക് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സ്മോൾ എ ആണ്, കൊടുക്കുന്ന ഫോഴ്സ് എന്താണ്, സ്മോൾ എഫ് ആണ്. പ്രത്യേകം നോക്കണം, നമ്മൾ നല്ല ഒരു ഹൈ ഫോഴ്സ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, സോ അതാ പറഞ്ഞത്. സോ ലെറ്റ് എ ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് എഫ് ഈസ് അപ്ലൈഡ് ഓൺ ദ സ്മോളർ പിസ്റ്റൺ ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പോ അവിടെ ഒരു ഏരിയ സ്മോൾ എ ഉണ്ട്, ഒരു വലിയ ഫോഴ്സ് എഫ് ഉണ്ട്. സോ സ്വാഭാവികമായിട്ടും ആ ഭാഗത്ത് ഒരു പ്രഷർ ഉണ്ടാവും. സോ ദ പ്രഷർ എക്സൈറ്റഡ് ബൈ ദ പിസ്റ്റൺ, പ്രഷർ കാണാൻ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ ഇവിടെ സ്മോൾ എഫ് ബൈ എ ആണ്, സ്മോൾ എഫ് ബൈ എ. സോ ഈ ഫോഴ്സും ഈ ഏരിയ കൊണ്ട് ഉണ്ടാവുന്ന ഇവിടുത്തെ പ്രഷർ എന്തായിരിക്കും, പ്രഷർ പി ഈസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓൾ ഡിവൈഡഡ് ബൈ എ. ഓക്കെ, ഇനി എന്താ സംഭവിക്കാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ലിക്വിഡിന്റെ ഈ ഭാഗത്ത് ഒരു ഫോഴ്സ് കൊടുത്തു, അതായത് അവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്തു. അങ്ങനെയെങ്കിൽ ആ പ്രഷർ ഈ പി ഈക്വൽ ടു എഫ് ബൈ എന്നുള്ള പ്രഷർ എന്ത് ചെയ്യും, ഈക്വൽ ആയിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്യും, ഇവിടുന്ന് ഇതാ ഇങ്ങനെ ട്രാവൽ ചെയ്യും. ഈ എല്ലാ പോയിന്റിലോട്ടും ട്രാവൽ ചെയ്ത് ഇതേപോലെ ട്രാവൽ ചെയ്ത് നേരെ ആ പ്രഷർ എന്ത് ചെയ്യും, ഇവിടെ ഉള്ള പിസ്റ്റൺ അങ്ങോട്ട് പുൾ ചെയ്യും. അങ്ങനെ ആ പിസ്റ്റൺ അങ്ങോട്ട് പുള്ള് ചെയ്തിട്ട് ഈ സാധനം നേരെ മുകളിലോട്ട് അങ്ങോട്ട് പൊന്തും, ഈ ഭാഗം മുകളിലോട്ട് അങ്ങോട്ട് പൊന്തും. സോ ഇവിടെ ഓക്കെ, അപ്പൊ പറഞ്ഞുതരാം. അപ്പൊ നമുക്കത് ജസ്റ്റ് ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അത് വെച്ചിട്ട് പറഞ്ഞുതരാം. സോ അതാണ് ഇതിന്റെ വർക്കിംഗ്. സോ അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ, അപ്പൊ ഞാൻ പറഞ്ഞു പാസ്കൽസ് ലോ പ്രകാരമാണ്. ഓക്കെ, ഏത് ലോ പ്രകാരമാണ്, പാസ്കൽസ് ലോ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്. ഓക്കെ, പാസ്കൽസ് ലോ എന്ന് പറഞ്ഞല്ലോ, നമുക്ക് നേരത്തെ പഠിച്ചല്ലോ, ഒരു ലിക്വിഡിൽ നമ്മൾ പ്രഷർ കൊടുത്താൽ അത് എല്ലാ പോയിന്റിലും ഈക്വലി ട്രാൻസ്മിറ്റ് ചെയ്യും എന്ന് പറയുന്ന പാസ്കൽസിന്റെ ലോ വെച്ചിട്ടാണ്. ഓക്കെ, അക്കോർഡിംഗ് ടു പാസ്കൽ ലോ, this pressure is equally transmitted to all part of the fluid and reaches on the larger piston in upward direction. Okay, larger piston അങ്ങനെ upward direction എന്ത് ചെയ്യും, ഇത് അങ്ങോട്ട് എത്തും. കണ്ടോ, ഇവിടെ നേരെ താഴോട്ട് വന്ന് ഒറ്റയടിക്ക് അങ്ങോട്ട് മുകൾക്ക് അങ്ങോട്ട് കൊടുക്കും. സോ ഇവിടെ ഉണ്ടായ ഫോഴ്സ് ക്യാപിറ്റൽ എഫ് ആണ്, ഇവിടെ ഉണ്ടായ ഈ ഭാഗത്തുള്ള ഏരിയ ക്യാപിറ്റൽ എ ആണ്. സോ ഇവിടുത്തെ പ്രഷർ എന്തായിരിക്കും, പി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ബൈ ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ വലിയ പിസ്റ്റണിൽ ഉണ്ടായ ഫോഴ്സ്, ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ ചെറിയ പിസ്റ്റണിൽ ഉണ്ടായ ഫോഴ്സ്. സോ ഈ രണ്ട് പ്രഷറുകളും ഈക്വൽ ആണ്. കാരണം ഇവിടെ ഒരു പ്രഷർ കൊടുത്ത ആ പ്രഷറാണ് ഇവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും അതുമൂലമുണ്ടായ ഫോഴ്സ് ക്യാപിറ്റൽ എഫ് ആണ് ഇതിനെ പിടിച്ച് ഉയർത്തുന്നത്. സോ രണ്ട് ഫോഴ്സും ഈക്വൽ ആണ്. സോ രണ്ട് ഫോഴ്സും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സ്മോൾ എഫ് ബൈ സ്മോൾ എ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ബൈ ക്യാപിറ്റൽ എ എന്ന് എഴുതാൻ പറ്റും. ഇവിടെ സ്മോൾ എഫ് ക്യാപിറ്റൽ എഫ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എങ്കിൽ ഞാൻ എഴുതി തരാം. ഫോഴ്സ് ഓൺ ലാർജ് പിസ്റ്റൺ. ഓക്കെ, ഫോഴ്സ് ഓൺ എന്താ പറയാ, ലാർജ് പിസ്റ്റൺ. ഓക്കെ, ലാർജ് പിസ്റ്റണിന്റെ ഫോഴ്സ്, അല്ലെങ്കിൽ ഇവിടെ ഏരിയ ഓഫ് ദ പിസ്റ്റൺ, ഏരിയ ഓഫ് ലാർജ് പിസ്റ്റൺ എന്ന് പറയാം, അല്ലെങ്കിൽ ലാർജ് സിലിണ്ടർ എന്നും പറയാം. ഇവിടെ സ്മോൾ എഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ഓൺ സ്മോൾ പിസ്റ്റൺ എന്ന് പറയാം, അല്ലെങ്കിൽ സ്മോൾ സിലിണ്ടർ എന്ന് പറയാം. അതേപോലെ എ എന്ന് പറഞ്ഞാലോ ഏരിയ ഓഫ് എന്താ പറയാ, സ്മോൾ പിസ്റ്റൺ എന്ന്, അല്ലെങ്കിൽ സിലിണ്ടർ എന്ന് പറയാം. ഓക്കെ,
സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഇത് വെച്ചിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഏരിയയും ഒക്കെ തന്നിട്ട് ഏതെങ്കിലും ഒരു ഫോഴ്സ് കാണാൻ പറയും, മറ്റേ ഫോഴ്സ് തന്നിട്ട്. സോ ഇതാണ് പാസ്കൽസ് ലോന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ആപ്ലിക്കേഷൻ. സിമ്പിൾ അല്ലേ? ദിസ് ഈസ് വെരി സിമ്പിൾ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഫോഴ്സ് ഓൺ ദ ലാർജ് പിസ്റ്റൽ ഈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് ദ ലോഡ്. ഓക്കെ, അവിടെ ഉണ്ടായ പ്രഷർ കാരണം ഉണ്ടായ ലാർജ് ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ഈ സാധനത്തിനെ പിടിച്ചിട്ട് ലിഫ്റ്റ് ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫോഴ്സ് ഓൺ ലാർജ് പിസ്റ്റൽ ഈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് ദ ലോഡ്. അതായത് ഇവിടെ കണ്ടില്ലേ, ഈ ഫോഴ്സ്, ലാർജ് ഫോഴ്സ് എഫ് എന്ന് പറഞ്ഞ ലാർജ് ഫോഴ്സ് ആണ് ഇവിടെയുള്ള സാധനത്തിനെ ഇവിടെയുള്ള സാധനത്തിന് എന്ത് ചെയ്യുന്നത്, ലിഫ്റ്റ് ചെയ്യുന്നത്. സോ ഇതാണ് പാസ്കൽസ് ലോ. ഓക്കെ, പാസ്കൽസ് ലോന്റെ അപ്ലിക്കേഷൻ. സോ ഇതാണ് നമ്മളെ പാസ്കൽസ് ലോന്റെ അപ്ലിക്കേഷൻ. സോ ഇങ്ങനെയാണ് പാസ്കൽ ലോ എല്ലായിടത്തും ആക്ട് ചെയ്യുന്നത്. സോ അത് വളരെ സിമ്പിൾ ആണെന്ന് തോന്നുന്നു അല്ലെ? സോ ആ ഇക്വേഷൻ നിങ്ങൾ മറക്കരുത്. ഏതാണ് ഇക്വേഷൻ? എഫ് ബൈ എ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ബൈ എ. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. ക്യാപിറ്റൽ എഫ് ബൈ ക്യാപിറ്റൽ എ. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങളോട് എക്സാമിന് ചോദിക്കും. ഓക്കെ, ഇനി അവസാനത്തത് പാസ്കൽ ലോന്റെ അടുത്ത അപ്ലിക്കേഷൻ ഹൈഡ്രോളിക് ബ്രേക്ക്. ഹൈഡ്രോളിക് ബ്രേക്ക് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെ അറിയാം? സാധാരണ നമ്മൾ ഹൈഡ്രോളിക് ബ്രേക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഈ ട്രെയിന്, അതേപോലെ മെട്രോ ട്രെയിനുകൾ, അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഹൈഡ്രോളിക് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. കാരണം അവന്മാരെന്ന് പറഞ്ഞാല് അത്രത്തോളം വലിയ സാധനങ്ങളാണ്. ഓക്കെ, അപ്പൊ അവരെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെയാണ് സാധാരണ ഇത് യൂസ് ചെയ്യാറ്. സോ ഞാൻ എന്ത് ചെയ്യാം, അതൊന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, സോ അത് കുറച്ചുണ്ട് വരക്കാൻ, എങ്കിലും സാരമില്ല. സോ ഞാനത് നിങ്ങൾ സ്കെയിലൊക്കെ ആയിട്ടും വരക്കണം കേട്ടോ. സോ നിങ്ങൾ സ്കെയിലൊക്കെ ആയിട്ടും വരക്കണം. ഞാനിങ്ങനെ താളിപ്പ കാട്ടി വരക്കും, നിങ്ങൾ സ്കെയിലായിട്ടും വരക്കണം. അതെങ്ങനെയാണ്, അത് മസ്റ്റാണ്. കാരണം നിങ്ങൾക്കിത് എക്സാമിന് വരക്കാനുള്ളതാണ്. ഞാൻ താളിപ്പാട്ടി വരച്ച ഞാനല്ല എക്സാം എഴുതാറുള്ളത്. ഓക്കെ, സോ അത് പറഞ്ഞു തരാം. ഇത് കുറച്ച് വലിപ്പമുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്യാവശ്യം എന്താ പറയാ ഉള്ളൊരു സംഭവമാണിത്. ഓക്കെ, ഈ ഭാഗത്തേക്ക് വരുത്, ഈ ഭാഗത്തേക്ക് വരുത്. സിലിണ്ടറുകൾ എല്ലായിടത്തും ഉണ്ടാവും. ഓക്കെ, സോ സിലിണ്ടറുകൾ എന്താ പറയാ എല്ലായിടത്തും ഉണ്ടാവും. ഇവിടെയും. ഓക്കെ, ഇവിടെ ഒരു സിലിണ്ടർ. ഓക്കെ, പിന്നെ ഇതേപോലെ ഇതിങ്ങനെ കണക്ഷൻ കൊടുക്കണം. ഈ ഭാഗത്ത് എന്തുണ്ടാവും, ഒരു സിലിണ്ടർ ഉണ്ടാവും. ഓക്കെ, ഈ ഭാഗത്തേക്ക് ഒരു സിലിണ്ടർ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ ഇത് സാധാരണ നമ്മുടെ ഇവിടെ ട്രെയിനിലൊക്കെ ഉണ്ടാവുന്ന ബ്രേക്കാണ്. കാരണം ഇവന്മാര് നിൽക്കണമെങ്കിൽ നല്ല പണിയാണ്. സോ നിൽക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ഇവരൊക്കെ പിടിച്ച് നിർത്തണമെങ്കിൽ ഹൈഡ്രോളിക് ബ്രേക്കുകളാണ് യൂസ് ചെയ്യുക. ഓക്കെ, ചെറിയ ഇപ്പൊ പഠിച്ച അതേപോലെ തന്നെ യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ പെഡൽ ഇത് നേരെ മുകൾക്ക് കൊടുക്കുക. അതായത് നമ്മളെ കാറിന്റെയും ഇതിന്റെ ഒക്കെ ബ്രേക്ക് സിസ്റ്റം ഒക്കെ ഇതേപോലെ ആയിരിക്കും. ഏകദേശം ഇതിന്റെ ഒരു ചെറിയ സ്മോൾ മോഡലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി ഞാനിവിടെ ഓരോന്നിനും നിങ്ങളെ എന്ത് ചെയ്യാം, ഇത് കൊടുക്കാം. ഇതാണ് പെഡൽ. പെഡൽ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് കാലേറ്റുമാണ് ചവിട്ടുക. സോ ഇതാണ് പെഡൽ. ഓക്കെ, ഇത് ഇവിടെ പി എന്ന് കൊടുക്കണം. പി എന്ന് പറഞ്ഞാൽ പ്രഷറാണ് കേട്ടോ. ഇവിടെയാണ് ബ്രേക്കിംഗ് ഫ്ലൂയിഡ് ഉണ്ടാവുക. ഓക്കെ, ബ്രേക്കിംഗ് ഫ്ലൂയിഡ്. ഓക്കെ, ഇവിടെ ബ്രേക്കിംഗ് ഫ്ലൂയിഡ് ഉണ്ടാവും. ഇതിനൊരു പേര് പറയും, മാസ്റ്റർ സിലിണ്ടർ എന്ന പേര്. ഓക്കെ, മാസ്റ്റർ സിലിണ്ടർ എന്നാണ് ഈ സാധനത്തിന്റെ പേര്. ഓക്കെ, പിന്നെ ഇത് വീലാണ് കേട്ടോ. വീലാണ്, ടു അതർ വീൽ. രണ്ട് വീൽ ഉണ്ടല്ലോ, ഒരു വീലാണ് ഞാൻ ഇപ്പോൾ എൻലാർജ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്, ടു അതർ വീൽ. ഓക്കെ, സോ ഇനി നോക്കാം. ഇത് സത്യം പറഞ്ഞ ഈ സാധനം വീലാണ് കേട്ടോ, ചക്രാണ്. കണ്ടാൽ തോന്നൂല, പക്ഷെ ചക്രാണ്. ഓക്കെ, ചക്രാണ് ഈ വരച്ചിട്ടുള്ളത്. ചക്രത്തിന്റെ ഉള്ളില് ബ്രേക്ക് ഉണ്ടാവുമല്ലോ, ആ ബ്രേക്കിന്റെ കേബിളും കാര്യമൊക്കെ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഭാഗത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു പിസ്റ്റൾ ഉണ്ടാവും. ഈ ഭാഗത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു പിസ്റ്റൾ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഞാനിപ്പോ ഇനിയിപ്പോ അത് മാർക്ക് ചെയ്യാനുള്ളതൊക്കെ ആദ്യം തന്നെ ഇവിടെ മാർക്ക് ചെയ്ത ആ പരിപാടി കഴിഞ്ഞു. ഇതാണ് ഇന്നർ റിം ഓഫ് വീൽ. ഓക്കെ, വീലിന്റെ ഇന്നർ റിം ആണ്. ഇന്നർ റിം ഓഫ് എന്താ പറയാ വീൽ. വീലിന്റെ ഇന്നർ റിം ആണിത്. ഓക്കെ, ഇത് പിന്നെ ഈ ഭാഗത്ത് ഈ ഒരു സാധനം കണ്ടോ, അതിനാണ് ബ്രേക്കിംഗ് ഷൂ എന്ന് പറയും. ഓക്കെ, ബ്രേക്കിംഗ് ഷൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ ഷൂസ് അല്ല കേട്ടോ, ബ്രേക്കിംഗ് ഷൂ എന്ന് പറയും. പിന്നെ ഇത് വീലിന്റെ ഉള്ളിലത്തെ സിലിണ്ടർ ആണ്. ഈ സംഭവം ഉണ്ടല്ലോ, അതിനെ വീൽ സിലിണ്ടർ എന്ന് പറയും. വീലിന്റെ ഉള്ളിലത്തെ സിലിണ്ടർ ആണ്. സോ ഇതിനെ വീൽ സിലിണ്ടർ എന്ന് പറയും. ഓക്കെ, ഇവിടെ ഞാൻ പ്രഷർ P2 കൊടുക്കുന്നുണ്ട്, ഇവിടെ പ്രഷർ P1 എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ പിക്ചർ. ഓക്കെ, ഇതാണ് നമ്മളുള്ള പിക്ചർ. ഇതിന് ഒരു ടയർ ഇതാണ്. അപ്പോൾ കാറോ ബ്രേക്കൊക്കെ ആകുമ്പോൾ മറ്റേ സംഭവം ഉണ്ടല്ലോ, ഏത് നമ്മളെ ട്രെയിനൊക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ ടയർ ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഹൈഡ്രോളിക് ബ്രേക്ക്. ഓക്കെ, വെൻ വി ഇവിടെ നമ്മളെ കേഴ്സർ അവിടെ പോയി. യെസ്, സോ ഇതവിടെ വെൻ വി പ്രസ് ദ ബ്രേക്ക് പെഡൽ ഓഫ് എ മൂവിംഗ് വെഹിക്കിൾ. നമ്മള് ഈ പെഡല് നിങ്ങൾക്ക് അറിയാം, ബസ്സിലോ കാറിലോ സഞ്ചരിക്കണമെങ്കിൽ ഇതേപോലത്തെ ഒരു പെഡൽ ഉണ്ടാവും ചവിട്ടാൻ, ബ്രേക്കിന്. ഓക്കെ, ദ പിസ്റ്റൺ ഇൻ ദ മാസ്റ്റർ സിലിണ്ടർ എക്സൈറ്റ് എ പ്രഷർ ഓൺ ദ ബ്രേക്കിംഗ് ഫ്ലൂയിഡ്. ഓക്കെ, നമ്മൾ ഇവിടെ എന്താ പറയാ, ആക്ച്വലി കാല് കൊണ്ട് അമർത്തുമ്പോൾ ഒരു ഫോഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്.
ഓക്കെ, ഒരു സ്മോൾ ഫോഴ്സ്, ലാർജ് ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നത്, നല്ല ആന അമർത്തി ചവിട്ടും നമ്മൾ. അപ്പൊ ഒരു ഫോഴ്സിന്റെ ഇവിടെ ഏരിയ ഉണ്ട്. സോ അത് കാരണം ഒരു പ്രഷർ ഇവിടെ ഉണ്ടാവുന്നുണ്ട്, ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, സോ ആ പ്രഷർ, അപ്പൊ ഈ മാസ്റ്റർ സിലിണ്ടറിൽ എന്തുണ്ടാവും, ബ്രേക്കിംഗ് ഫ്ലൂയിഡ് ഉണ്ടാവും. സോ ഇത് ഈ ഒരു ഫോഴ്സിന്റെ എഫക്റ്റ് കാരണം എന്ത് ചെയ്യും, ഈ ബ്രേക്കിംഗ് ഫ്ലൂയിഡിൽ ഒരു പ്രഷർ എന്ത് ചെയ്യും, എക്സേർട്ട് ചെയ്യും. ഈ ബ്രേക്കിംഗ് ഫ്ലൂയിഡ് പി എന്ന് പറഞ്ഞ ഒരു പ്രഷർ ഇവിടെ എക്സേർട്ട് ചെയ്യപ്പെടും. നമ്മൾ ഇവിടുന്ന് ഈ പെഡൽമ ചവിട്ടുന്ന ഫോഴ്സും ഉണ്ട്. ഓക്കെ, according to Pascal's law, this pressure reaches at a wheel cylinder having two pistons P1 and P2. Okay, സോ ഇത് കാരണം ഈ പ്രഷർ എന്ത് ചെയ്യും, ഇവിടുന്ന് പാസ്കൽ ലോ പ്രകാരം അങ്ങനെയാണല്ലോ, നമ്മളൊരു പ്രഷർ കൊടുത്തത് ഈക്വലി ട്രാൻസ്മിറ്റ് ചെയ്യും. ആദ്യം എന്ത് ചെയ്യും, വീൽ 1ക്ക് വരും, പിന്നെ വീൽ 2ക്ക് അവിടുന്ന് അങ്ങനെ വേറെ പോകും, വീൽ 1ക്ക് വരും. വീൽ 1ൽ 2 പിസ്റ്റൺ ഉണ്ട്, വീൽ 1ൽ 2 പിസ്റ്റൺ ഉണ്ട്. ഇത് P1 ആണ്, ഇത് P2 ആണ്. ഇത് P1 ആണ്, ഇത് P2 ആണ്. ആ P1 P2 പ്രഷർ അല്ല, പിസ്റ്റണിന് P1 P2 എന്ന് കൊടുത്തതാണ്. Therefore, the pistons P1 and P2 move outward and press the braking shoe, which in turn press the inner rim of the vehicle and retard the motion of the vehicle. So, എന്താ സംഭവിക്കുക അറിയാം, നമ്മൾ ഇവിടുന്ന് ഒരു ഫോഴ്സ് കൊടുത്തു, ചവിട്ടിയപ്പോ ഈ മാസ്റ്റർ സിലിണ്ടറിൽ ഒരു പ്രഷർ ഉണ്ടായി. ആ ഫ്ലൂയിഡിലെ പ്രഷർ ഉണ്ടായത്, ആ ഫ്ലൂയിഡിലെ പ്രഷർ ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു പാസ്കൽ ലോ കാരണം. എന്നിട്ട് നേരെ വരും, നേരെ വന്നിട്ട് എന്ത് ചെയ്തു, 2 പിസ്റ്റണുക്കും പോകും, ഈ 2 പിസ്റ്റണുക്കും പോകും. ഈ 2 പിസ്റ്റണുക്ക് പോയാൽ എന്താ സംഭവിക്കാം, ഈ P2 എന്ത് ചെയ്യും, നേരെ ഇവിടെ ഉള്ള ഇന്നർ റിമിനെ പോയി ഒരു പിടുത്തം അങ്ങോട്ട് പിടിക്കും. ഈ സംഭവം ഇന്നർ റിമിനെ പോയിട്ട് ഒരു പിടുത്തം അങ്ങോട്ട് പിടിക്കും, ആ ബ്രേക്കിംഗ് ഷൂവിനെ പിടിക്കും, പിന്നെ ഇന്നർ റിമിനെ അങ്ങോട്ട് പിടിക്കും. അത് പിടിച്ചു വലിക്കുക എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കാം, ഒരു കറങ്ങുന്ന ടയറിന്റെ റിമ്മുകളെ പിടിച്ച് വലിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ 4 ഭാഗത്തുനിന്ന് 2 ഭാഗത്തുനിന്നും പിടിച്ച് വലിച്ചു. സോ സ്വാഭാവികമായിട്ടും ആ കറങ്ങുന്ന വീൽ എന്ത് ചെയ്യും, നിൽക്കും. സ്വാഭാവികമായിട്ടും ഈ 2 ഭാഗത്തുനിന്നും പിടിച്ച് വലിക്കുകയാണ്. ആദ്യം ഈ ബ്രേക്കിംഗ് ഷൂ വെച്ചിട്ട് ഇതിനെ, ഈ സാധനത്തിന് പിടിച്ചു, ബ്രേക്കിംഗ് ഷൂ ഇതാണ്, പിന്നെ ആ എന്താ പറയാ റിമ്മിനെ പിടിച്ചിട്ടേ വലിയാണ്. അങ്ങനെ വലിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കാറ് നിൽക്കും. ഓക്കെ, കാർ അല്ലെങ്കിൽ ബസ് അല്ലെങ്കിൽ ലോറി അല്ലെങ്കിൽ ഏത് സാധനം ആയിക്കോട്ടെ അതങ്ങോട്ട് നിൽക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സാധാ പോലെ എന്ത് വർക്ക് ചെയ്യാം, നമ്മൾ സാധാ പോലെ എന്ത് വർക്ക് ചെയ്യാം. ഇത് വേണമെങ്കിൽ ഇവിടെ എന്തുകൊണ്ടാണ് കാലിന്റെ താഴത്തെ വെച്ചത്, കാരണം കാലുകൊണ്ട് വെച്ച് ചവിട്ട് കൂട്ടി അത്രയും ഫോഴ്സ് പോകും. അതേസമയം കൈ കൊണ്ട് കൊടുക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, കാലിന് അത്യാവശ്യം പവർ ഉണ്ടാവുമല്ലോ. സോ അങ്ങനെയാണ് പെഡൽ ഇങ്ങനെയൊക്കെ വന്നത്. സോ ദിസ് ഈസ്, പിന്നെ പക്ഷെ ബൈക്കിന് ഇങ്ങനെയല്ല, ബൈക്കിന് കുറച്ച് ഫോഴ്സ് മതി. ഞാൻ പറഞ്ഞ കാറൊക്കെ ആകുമ്പോൾ 4 ടയർ ഉണ്ട്, പെട്ടെന്ന് നിർത്താൻ പോസിബിൾ അല്ല. ട്രെയിനൊക്കെ ആകുമ്പോൾ വേറെ മെക്കാനിസം ആണ്. പോട്ടെ, എന്തായാലും എല്ലാത്തിന്റെയും ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, സോ ഇത്ര പരിപാടിയുള്ളൂ. സോ ഇതോടുകൂടെ എന്ത് ചെയ്തു, പാസ്കൽസ് ലോ നമ്മൾ പിരിച്ചു വിടുകയാണ്. ഇനി നമ്മൾ പാസ്കൽ ലോനെ പറ്റി ചിന്തിക്കുന്നില്ല, പാസ്കൽ ലോണ്ട് പോകാൻ പറയാണ്. സോ ഇതാണ് പാസ്കൽ ലോന്റെ 2 അപ്ലിക്കേഷൻസ്. സോ ഇത് രണ്ടും ചോദിക്കും. ഇപ്പൊ ഈ ചാപ്റ്ററിന്റെ ഒരു 15% കഴിഞ്ഞു. ഐ റിപ്പീറ്റ്, 15% കഴിഞ്ഞു. ഓക്കെ, കണ്ടിന്യൂസ് ക്ലാസ് ആയതുകൊണ്ട് തൊണ്ട എങ്ങനെ വരളൊന്നുണ്ട്. അത് കാരണം എന്ത് ചെയ്യും, നമുക്ക് പെട്ടെന്ന് സൗണ്ട് ഒക്കെ പോകും. അപ്പൊ സൗണ്ട് വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം കുടിക്കണ്ട. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സംഭവത്തിലേക്ക് പോകാം. അപ്പൊ പാസ്കൽസ് ലോ കൂടെ കഴിഞ്ഞപ്പോൾ 15% ഈ ചാപ്റ്ററിന് അങ്ങോട്ട് തീർന്നു. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത സംഭവം എന്ന് പറയുന്നത് വിസ്കോസിറ്റി ആണ്. ഓക്കെ, വിസ്കോസിറ്റിക്ക് ഞാൻ എന്ത് കൊടുത്തിട്ടില്ല, യെസ്. സോ നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് വിസ്കോസിറ്റി. ഓക്കെ, വിസ്കോസിറ്റി എന്താ നോക്കാം. ചിലപ്പോൾ ഞാൻ എന്താ പറയാ, ഇതിന്റെ ഓർഡറിലല്ല പോകുന്നുണ്ടാവുക. ഏതിന്റെ ഓർഡറിൽ, ഞാൻ ചിലപ്പോ ഇതിന്റെ ഓർഡറിലല്ല പോകുന്നുണ്ടാവുക. ഏതിന്റെ ഓർഡറിൽ, ടെസ്റ്റിന്റെ ഓർഡറിലല്ല പോകുന്നുണ്ടാവുക. എന്നിരുന്നാലും ഐ വിൽ കവർ ഓൾ ടോപ്പിക്. ഓക്കെ, സോ ചിലപ്പോ ഇത് കഴിഞ്ഞ ശേഷം വേറെ എന്തെങ്കിലും ടോപ്പിക് ആവും, നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് വിസ്കോസിറ്റി. ഓക്കെ, വിസ്കോസിറ്റി. അപ്പൊ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ദ പ്രോപ്പർട്ടി ഓഫ് എ ഫ്ലൂയിഡ് ഡ്യൂ ടു വിച്ച് ഇന്റേണൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കം ഇൻ ടു പ്ലേ ബിറ്റ്വീൻ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് എ ഫ്ലൂയിഡ് വെനെവർ ദർ ഈസ് എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ഫ്ലൂയിഡ് ഈസ് നോൺ ആസ് വിസ്കോസിറ്റി. ഓക്കെ, ഒന്നും മനസ്സിലായില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ ഒരു ലിക്വിഡ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, കുറെ ലെയേഴ്സ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ലിക്വിഡ് കുറെ ലെയേഴ്സ് ആയിട്ടാണ് എപ്പോഴും മൂവ് ചെയ്യുക, അല്ലാതെ വേറെ ഉള്ളകളെ പോലെ അല്ല. കണ്ടില്ലേ, ഓരോ ലെയേഴ്സ് ആയിട്ടാണ് നമ്മൾ ലിക്വിഡ് മൂവ് ചെയ്യുക. ഓരോ ലെയറിനും ഓരോരോ വെലോസിറ്റികളും ഉണ്ടാവും. അപ്പൊ ലിക്വിഡ് ഇങ്ങനെ ലെയർ ആയിട്ടാണ് മൂവ് ചെയ്യുക. അപ്പൊ വെലോസിറ്റി എല്ലാത്തിനും സെയിം ആണെന്ന് ഒരു നിർബന്ധമില്ല, ഓരോ ലെയറിനും ഓരോരോ വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, സോ ഇത് ഒന്നാമത്തെ ലെയർ, 2, 3, 4, 5, 6 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എത്ര ലെയർ ഉണ്ടാവും. സോ ദ പ്രോപ്പർട്ടി ഓഫ് എ ഫ്ലൂയിഡ് ഡ്യൂ ടു വിച്ച് ആൻ ഇന്റേണൽ ഫ്രിക്ഷൻ ഫോഴ്സ് കം ഇൻ ടു പ്ലേ ബിറ്റ്വീൻ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് എ ഫ്ലൂയിഡ്. ഓക്കെ, whenever there is a relative motion between layers of fluid and viscosity. സോ ഇവരെല്ലാവരും ഒരേ ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങോട്ടും എല്ലാം ഒരേ ലെയർ. ഇപ്പൊ ഒരു ലെയർ അങ്ങോട്ടാണെങ്കിൽ ഒരു ലെയർ ഒരിക്കലും ഇങ്ങോട്ട് പോകില്ല, കാരണം എല്ലാം ഫ്ലൂയിഡിന്റെ ഉള്ളിലുള്ള സാധനമാണ്.
സോ സ്വാഭാവികമായിട്ടും മൂവ് ചെയ്യുമ്പോൾ ഇവർ പോകുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് ആരുണ്ടാവും, ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. നമ്മൾ ലോസ് ഓഫ് മോഷനിൽ പഠിച്ചു. ഓക്കെ, ഓരോ ലെയേഴ്സിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് എന്തുണ്ടാവും, ഓരോ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യും, ഉണ്ട് വരും. ഓക്കെ, ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ഇതിന്റെ റിലേറ്റീവ് വെലോസിറ്റി എന്നാ പറയാ, എല്ലാം ഉണ്ടല്ലോ, ഇതിന്റെ റിലേറ്റീവ് വെലോസിറ്റിക്ക് ചിലപ്പോൾ കുറയാം, കൂടാം, അങ്ങനെ എന്തും ചെയ്യാം. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ഫിനോമിനക്ക് പറയുന്ന പേരാണ് വിസ്കോസിറ്റി. അതായത് നമ്മളെ ലിക്വിഡൊക്കെ ഒരു റിലേറ്റീവ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരു ഇന്റേണൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇന്റേണൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും, എന്നിട്ട് അത് അതിന്റെ റിലേറ്റീവ് വെലോസിറ്റിനെ എഫക്ട് ചെയ്യും. സോ ആ ഒരു എന്താ പറയാ ഫിനോമിനക്ക് പറയുന്ന പേരാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. സോ നോക്കാം, the property of a fluid due to which an internal friction force coming to play between different layers of fluid whenever there is a relative motion between different layers of fluid is known as viscosity. So അങ്ങനെ തന്നെ പറയണം. ചുരുക്കി പറഞ്ഞാൽ ലിക്വിഡ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും, അതാണ് വിസ്കോസിറ്റി. ഓക്കെ, ലിക്വിഡ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ലിക്വിഡ് അല്ല ഫ്ലൂയിഡ് ആയതുകൊണ്ട് നമ്മൾ അതിന് വിസ്കോസിറ്റി എന്ന് പേര് പറയുന്നു. ഓക്കെ, ജനറലി ഫ്ലൂയിഡ് ഫ്ലോസ് ഇൻ ഡിഫറെന്റ് ലെയേഴ്സ് നോൺ ആസ് ലാമിനാർ ഫ്ലോ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഫ്ലൂയിഡ് ലിക്വിഡ് അല്ല കേട്ടോ, ലിക്വിഡും ഗ്യാസും ഒക്കെ തന്നെയാണ് ഫ്ലൂയിഡ് ഇങ്ങനെ ലെയേഴ്സ് ആയിട്ട് മൂവ് ചെയ്യുക. സോ ഇങ്ങനെ ലെയർ ആയിട്ടുള്ള മോഷനെ നമ്മൾ ലാമിനാർ ഫ്ലോ എന്നാണ് വിളിക്കുക. ഓക്കെ, ലെയർ ആയിട്ടുള്ള ഫ്ലൂയിഡിന്റെ മോഷനെ നമ്മൾ ലാമിനാർ ഫ്ലോ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ലാമിനാർ ഫ്ലോ. ഇനി നമുക്ക് അത് വെച്ചിട്ട് ഈ വിസ്കോസിറ്റി ഒന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണം. കൺസിഡർ ദ ലാമിനാർ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ഓവർ ദ ഹൊറിസോണ്ടൽ സർഫസ് ആസ് ഷോൺ ബിലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഇത് പോട്ടെ, ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി കറക്റ്റ് ആയിട്ട് ഒരു ഫിക്സഡ് സർഫസ് ഞാൻ വെച്ചിരിക്കുകയാണ്. ഓക്കെ, സോ ഞാനൊരു ഫിക്സഡ് സർഫസ് ഞാൻ വെച്ചിരിക്കുകയാണ്. ഫിക്സഡ് സർഫസ് എന്തും ആയിക്കോട്ടെ, വിഷയമല്ല. സോ ഈ സർഫസ് ഫിക്സഡ് ആണ്, ഒരു ഹൊറിസോണ്ടൽ സർഫസ് ആണ്. ഞാൻ ഇതിലൂടെ ഒരു വെള്ളം ഒഴിച്ചു. സോ ഞാൻ വെള്ളം ഒഴിച്ചു. സോ വെള്ളം ഒഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം എന്ത് ചെയ്യും, ഇങ്ങനെ ലെയറായിട്ട് മൂവ് ചെയ്യും. ഓക്കെ, സോ ആദ്യത്തെ ലെയർ ഇതായിക്കോട്ടെ, അങ്ങനെ കുറെ ലെയർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ ലെയറുകൾ ഉണ്ടാവും. സോ ലെയറായിട്ടാണ് മൂവ് ചെയ്യാം. അടുത്ത ലെയർ അങ്ങനെ മൂവ് ചെയ്യാണ്, കുറെ ലെയറുകൾ മൂവ് ചെയ്യണം. സോ ഇതിന് ഞാൻ 2 ലെയറിന് എടുക്കും. ഓക്കെ, എത്ര ലെയറിന് എടുക്കാം, അപ്പൊ ഇതിങ്ങനെ മൂവ് ചെയ്യും. ഓക്കെ, ലെയറായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. ഇതിന്റെ ലൈൻ സ്ട്രെയിറ്റ് അല്ല, നിങ്ങൾ സ്ട്രെയിറ്റ് ആക്കണം. സോ ഇത്രയ്ക്കും ലെയറുകൾ ഉണ്ട്. ഓക്കെ, സോ എല്ലാവരും ഇങ്ങനെ മൂവ് ചെയ്യായിരിക്കും. സോ ഓരോന്നിന്റെ ഇതിങ്ങനെ ഞാൻ കാണിച്ചു തരാം. സോ ഇതിന്റെ വെലോസിറ്റിന്റെ ഡയറക്ഷൻ ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ ആരോ മാർക്ക് ഇടാനൊക്കെ ഒരു കാരണമുണ്ട്. അതെന്താന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഇതൊക്കെ അത് ഈ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് നോക്കാം. അപ്പൊ ഇതിലുള്ള പോലെ എടുക്കാം. ലെറ്റ് ദ 2 adjacent ലെയർ P ആൻഡ് Q. ഒക്കെ നമ്മൾ 2 ലെയേഴ്സിന് എടുത്തു. 2 ലെയേഴ്സിന് നമ്മൾ എടുക്കുകയാണ്. ഈ ലെയർ P എന്നുള്ള ലെയറാണ്. ഓക്കെ, അത് നമുക്ക് കറുത്ത അക്ഷരം കൊണ്ട് ഇതാക്കാം. ഓക്കെ, സോ ഈ ലെയർ 2 അടുത്തുള്ള ലെയറിന് ഞാൻ എടുത്തു. ഈ ലെയർ P ആണ്, ഈ ലെയർ Q ആണ്. ഓക്കെ, അപ്പൊ 2 ലെയറിന് എടുത്തു. ഓക്കെ, അപ്പോ P എന്നുള്ള ലെയർ, the 2 adjacent layer P and Q moves with velocity V and V plus dV respectively. ഓക്കെ, നമ്മളെ P എന്നുള്ള ലെയർ മൂവ് ചെയ്യുന്ന വെലോസിറ്റി V ആണ്. Q എന്നുള്ള ലെയർ മൂവ് ചെയ്യുന്ന വെലോസിറ്റി, ഓക്കെ, Q എന്നുള്ള ലെയർ ഉണ്ടല്ലോ, മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്താണ്, V പ്ലസ് dV ആണ്. ഓക്കെ, V പ്ലസ് dV ആണ്. അതേപോലെ P എന്നുള്ള ലെയർ, ഇതാണ് ഹൊറിസോണ്ടൽ സർഫസ് കേട്ടോ. അതായത് എന്തെങ്കിലും ഒരു തറയിൽ കൂടെ വെള്ളം ഒഴിച്ചാൽ മതി. ഓക്കെ, ഹൊറിസോണ്ടൽ സർഫസ്. അപ്പൊ ലെയർ ഇങ്ങനെ മൂവ് ചെയ്യാം. P എന്നുള്ള ലെയറിന് ഹൊറിസോണ്ടൽ സർഫസിന് P വരെയുള്ള ദൂരം x ആണ്. ഓക്കെ, ഈ Pയും Qയും തമ്മിലുള്ള ദൂരം dx ആണ്. ഓക്കെ, അപ്പോ ഹൊറിസോണ്ടൽ ലെയറിന് Q വരെയുള്ള ദൂരം എത്രയായിരിക്കും? P പ്ലസ് dx ആയിരിക്കും. ഓക്കെ, P പ്ലസ് dx ആയിരിക്കും. So I hope you have understood what I have said. Okay, ഈ ഹൊറിസോണ്ടൽ സർഫസ് നിന്ന് Q വരെയുള്ള ദൂരമാണ് എന്ത്, P പ്ലസ് dx. P വരെയുള്ള ദൂരമാണ് എന്ത്, x എന്ന് പറയുന്നത്. ഓക്കെ, x എന്ന് പറയുന്നത്. സോ ഇത്രക്കും ഓക്കെ ആണല്ലോ, ഇത്രക്കും ഓക്കെയാണ്. ഇനി അപ്പൊ ഇത് P മൂവ് ചെയ്യുന്ന വെലോസിറ്റി V ആണ്, Q മൂവ് ചെയ്യുന്ന വെലോസിറ്റി V പ്ലസ് dV ആണ്. സോ ഇത്രക്കും മനസ്സിലാക്കിയ ശേഷം ന്യൂട്ടന്റെ ഒരു ലോ ഇവിടെ ഉണ്ട്. ഓക്കെ, ന്യൂട്ടന്റെ ലോക്ക് പറയുന്ന പേരാണ് അക്കോർഡിംഗ് ടു എന്ത്, ഓക്കെ, ന്യൂട്ടന്റെ ലോക്ക് ഇവിടെ പറയുന്ന ഒരു പേരുണ്ട്. അതാണ് ന്യൂട്ടൺ ലോ ഓഫ് വിസ്കസ് ലോ. എന്താണ് ലോന്റെ പേര്? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കസ് ലോ. അതാണ് ലോന്റെ പേര്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺ ലോ ഓഫ് വിസ്കസ് ഫ്ലോ, ദ വിസ്കസ് ഫ്ലോ ബിറ്റ്വീൻ 2 ലെയേഴ്സ്. ഓക്കെ, വിസ്കസ് ഫ്ലോ ബിറ്റ്വീൻ, എന്താ പറയുക, വിസ്കസ് ഫ്ലോ അല്ല കേട്ടോ. ഓക്കെ, വിസ്കസ് ഫോഴ്സ് ആണ്. ഓക്കെ, വിസ്കസ് ഫോഴ്സ്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇവർ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും, F. ഓക്കെ, വിസ്കസ് ഫോഴ്സ് എന്നാ പേര്.
ആ ഒരു ഇതിനെ വിസ്കസ് ഫോഴ്സ് എന്നാ പറയാ. ആ ഫോഴ്സ് എന്താണ്? ബിറ്റ്വീൻ ടു ലെയർ. ഓക്കെ, ബിറ്റ്വീൻ ടു ലെയർ. അപ്പൊ ആ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇടും, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ലിക്വിഡ് ലെയേഴ്സ്. ഓക്കെ, ഇത് ഈ ലിക്വിഡ് ലെയറിന്റെ ഏരിയക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആൻഡ് വെലോസിറ്റി ഗ്രേഡിയന്റ് ഡി വി ബൈ ഡി എക്സ്, എ ഇൻറ്റു ഡി വി ബൈ ഡി എക്സിന് ഈ സാധനം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഏരിയ എ എന്ന് പറഞ്ഞ ഏരിയ ആണ്. ഡി വി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു പേരുണ്ട്. ഡി വി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഗ്രേഡിയന്റ്. ഓക്കെ, ഇതിന്റെ പേരാണ് വെലോസിറ്റി ഗ്രേഡിയന്റ്. ഓക്കെ, സോ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കസ് ഫോഴ്സ് എന്താ പറയുന്നത്? ഒരു ലിക്വിഡ് ഇങ്ങനെ ഒഴുകുമ്പോൾ അതിന്റെ ഇടയിലുള്ള ലേയേഴ്സ് തമ്മിൽ ഒരു വിസ്കസ് ഫോഴ്സ് എഫ് ഉണ്ടാവും. സോ ആ എഫ് എന്ന് പറഞ്ഞാൽ വിസ്കസ് ഫോഴ്സ് ആട്ടോ. ആ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്കസ് ഫോഴ്സ് ആണ്. ആ എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആയിരിക്കും. എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി വി ബൈ ഡി എക്സ് ആയിരിക്കും. സോ എഫ് പ്രൊപ്പോർഷണൽ ടു എ ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. സോ ഇവിടെ കോൺസ്റ്റന്റ് പാടില്ല, പ്രൊപ്പോർഷണാലിറ്റി വരും പാടില്ല ഇക്വേഷൻ എഴുതുമ്പോൾ. സോ we are writing the equation as f is equal to eta a dv by dx. Okay, eta കുറച്ച് അല്പം കൂടി പോയി. f is equal to minus eta a into dv by dx. So this is the equation to find out the viscous force. ഈ സാധനത്തിനെ കണ്ടോ? അതിനെ ഈറ്റ എന്നാ പറയാ. ഈറ്റ എന്നല്ല, ഈറ്റ എന്ന് പറയും. ഓക്കെ, അതൊരു ഗ്രീക്ക് നൊട്ടേഷൻ ആണ് ഈറ്റ. അപ്പൊ ഈറ്റക്ക് ഒരു പേരുണ്ട്. ഈറ്റന്റെ ഫിസിക്സിലുള്ള പേരാണ്, ഗ്രീക്ക് നൊട്ടേഷൻ ആണ്. ഈറ്റന്റെ പേരാണ് കോഎഫിഷ്യന്റ് ഓഫ്, ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിരുന്നു. സോ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്നാണ് ഈറ്റന്റെ പേര്. ഓക്കെ, പിന്നെ ഇവിടെ എഫ് വിസ്കസ് ഫോഴ്സ് ആണ്, എ ഏരിയ ആണ്, ഡി വി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഏരിയ, ഡി വി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ്. സോ വിസ്കസ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ മൈനസ് ഈറ്റ എ ഡി വി ബൈ ഡി എക്സ് ആണ്. ഓക്കെ, അപ്പോ അത് അവിടെ പറയുന്നത്, അത് ഞാനിവിടെ ജസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ജസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതിന് യൂണിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാ പറയാം, വേർ ദ കോൺസ്റ്റന്റ്. ഓക്കെ, ഇവിടെ കോൺസ്റ്റന്റ് ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്, ഈറ്റ എന്ന് എഴുതാൻ വേണ്ടിയായിരുന്നു. Okay, where the constant eta is known as the coefficient of viscosity. The negative sign, ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ട്. ഇവിടെ തുടങ്ങിയപ്പോൾ നെഗറ്റീവ് ഇല്ലായിരുന്നു. The negative sign indicates that viscous force is opposite to the direction of fluid flow. അതായത് രണ്ട് ലെയേഴ്സ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ വിസ്കസ് ഫോഴ്സ് അതിന്റെ മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്യും. അതായത് വിസ്കസ് ഫോഴ്സ് എപ്പോഴും മൂവ്മെന്റിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ രണ്ടും ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ നെഗറ്റീവ് സൈൻ ഇടുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഇനി ഇവിടെ നമുക്ക് വേറെ കുറച്ച് സംഭവം കാണാനുണ്ട്. ഓക്കെ, ഇതിന് കുറെ ടൈം എടുക്കും. അതാണ് ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ സമയം എടുക്കും. സോ നമുക്ക് ജസ്റ്റ് അടുത്തൊരു പരിപാടി കാണാം. നമുക്ക് ഇവിടെ ഈ യൂണിറ്റ് ഓഫ് ഈറ്റന്റെ യൂണിറ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുന്ന് ഡിറൈവ് ചെയ്യണം. ഓക്കെ, അപ്പോ ഈറ്റന്റെ യൂണിറ്റ് നമുക്ക് പറയണം, ഈറ്റ എന്താന്ന് പറയണം. അതൊക്കെ നമുക്കൊരു വിഷയമുണ്ട്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? എഫ് ഈസ് ഈക്വൽ ടു, നമുക്ക് അറിയുന്ന ഇക്വേഷൻ എഴുതി വെക്കാം. സോ എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? ഈറ്റ ഇൻറ്റു എ ഡി വി ബൈ ഡി എക്സ് ആണ്. അത് എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഈറ്റ ഇൻറ്റു എ ഡി വി ബൈ എന്താ പറയാ, ഡി എക്സ് ആണ്. ഓക്കെ, സപ്പോസ് ലെറ്റ് എന്താ പറയാ, ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആയിക്കോട്ടെ. അങ്ങനെ തന്നെയാണല്ലോ, ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1 മീറ്റർ സ്ക്വയർ ആയിക്കോട്ടെ. ഓക്കെ, അതേപോലെ ഡി വി ബൈ ഡി എക്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ 1 ആയിക്കോട്ടെ. ഡി വി ബൈ ഡി എക്സ് എത്ര? 1. ഓക്കെ, അപ്പൊ ഇത് രണ്ടും 1 ആകുമ്പോൾ എന്താ കിട്ടുക? എഫ് ഈസ് ഈക്വൽ ടു ഈറ്റ ഇൻറ്റു എ എത്ര? 1 ആണ്. ഡി വി ബൈ ഡി എക്സ് 1 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? എഫ് ഈസ് ഈക്വൽ ടു ഈറ്റ എന്ന് കിട്ടും. സോ നിങ്ങളോട് ആയോടെങ്കിലും കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ഡെഫിനേഷൻ എഴുതാം. ഇങ്ങനെ എഴുതി വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഡെഫിനേഷൻ എഴുതി വെക്കുക. എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ്, ഓക്കെ, of viscosity. Okay, viscosity ato, viscosity is defined as, coefficient of viscosity is defined as, okay, it's defined as the viscous force, as the viscous force, okay, as the എന്താ പറയാ, viscous force, okay, as the viscous force acting per unit area, acting per unit area, okay, acting per unit area of the liquid layer, having unit velocity gradient, perpendicular to the direction of flow. അപ്പൊ നിങ്ങൾ ഇതും കൂടെ അങ്ങോട്ട് എഴുതി വെച്ചാൽ ഒക്കെ സെറ്റ് ആണ്. ഓക്കെ,
സോ അത്രേ ഉള്ളൂ, അത് കൊടുക്കുന്ന ഫോഴ്സ് അത്രേ ഉള്ളൂ. ഇനി അടുത്തത്, അപ്പൊ ഇത് നിങ്ങൾ അങ്ങനെ തന്നെ എഴുതി വെക്കുക. അവിടെ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഉണ്ട്. സോ മൈനസ് എടുക്കേണ്ട കാര്യമില്ല, മൈനസ് ഡയറക്ഷനെ സിമ്പിൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മൈനസ് എടുക്കാതിരുന്നത്. ഓക്കെ, ഇനി ഈ ഈറ്റക്ക് ഒരു യൂണിറ്റ് ഉണ്ട്. ഓക്കെ, സോറി, അപ്പൊ ഈറ്റക്ക് എന്താണ് ഒരു യൂണിറ്റ് ഒക്കെ ഉണ്ട്. സോ വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് ഈറ്റ? ഓക്കെ, സോ യൂണിറ്റ് ഓഫ് ഈറ്റക്ക് ഒരു യൂണിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ യൂണിറ്റ് ഓഫ് ഈറ്റ എന്ന് പറഞ്ഞാൽ ഈറ്റക്ക് കുറെ യൂണിറ്റ് ഒക്കെ ഉണ്ട്. യൂണിറ്റ് എസ് ഐ യൂണിറ്റ് ഉണ്ട്, 2 യൂണിറ്റ് ആണ് ഈറ്റക്ക് ഉള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് എസ് ഐ യൂണിറ്റ്. ഓക്കെ, എസ് ഐ യൂണിറ്റ് ഓഫ് ഈറ്റന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പോയിസല്യൂട്ട് ആണ്. POISEIU പോയിസല്യൂട്ട്. ഓക്കെ, പോയിസല്യൂട്ട് ആണെന്ത്, പോയിസല്യൂട്ട് ടി ഉണ്ട് കേട്ടോ. ഓക്കെ, പോയിസല്യൂട്ട് ആണെന്ത്, PL എന്ന നമ്മൾ പറയാ. പോയിസല്യൂട്ട് ആണെന്ത്, ഓക്കെ, പോയിസല്യൂ എന്ന് പറയും, പോയിസല്യൂ. ഓക്കെ, അത് കുറച്ച് കൺഫ്യൂഷൻ ആണ്. ഓക്കെ, പോയിസ് എന്ന് പറയും. ഓക്കെ, ചിലവർ പോയിസ് എന്ന് പറയും, അല്ലെങ്കിൽ പോയിസല്യൂ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ പോയിസ്യൂട്ട് ആണ് എന്ത്, ആരെ കാര്യം, പോയിസ്യൂട്ട്. ഓക്കെ, പോയിസ്യൂട്ട് ആണ് നമ്മളെ ഇതിന്റെ SI യൂണിറ്റ്. ഇതിന്റെ CGS യൂണിറ്റ് എന്തായിരിക്കും? ഇതിന്റെ CGS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പോയിസ് ആണ്. ഓക്കെ, പോയിസ് ആണ് ഇതിന്റെ CGS യൂണിറ്റ്. ഓക്കെ, സോ ഇതിന്റെ CGS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പോയിസ് ആണ്, മറ്റേത് പോയിസ്യൂട്ട് ആണ്. ഓക്കെ, പോയിസ്യൂട്ട് ആണ്. പിന്നെ ഈച്ചന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, ഓക്കെ, ഡയമെൻഷൻ എന്ന് പറയുന്നത് L ഇൻവേഴ്സ് T ഇൻവേഴ്സ് ആയിരിക്കും ഈച്ചന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പോയിസല്യൂട്ട്. ഓക്കെ, അപ്പൊ പോയിസല്യൂട്ട് ആണ്, പോയിസയൂൾ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ പോയിസയൂട്ട് എന്നൊക്കെ പറയും. എന്താണ് നമുക്ക് നോക്കാം, വിഷയമല്ല. ഓക്കെ, അപ്പൊ യൂണിറ്റ് ഓഫ് ഈറ്റ എന്ന് പറഞ്ഞാൽ പോയിസ്യൂട്ട് ആണ്. അപ്പോ CGS യൂണിറ്റ് എന്താണ്, പോയിസ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ശരിക്കും പോയിസ് എന്ന് പറഞ്ഞാൽ മതി. ഇത് പോയിസ്യൂട്ട് എന്നൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, പോയിസല്യൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ. ഓക്കെ, സോ ഓക്കെ, നിങ്ങൾക്ക് പോയിസ്യൂട്ട് എന്താ പറയാ ഇടാൻ അത്ര വലിയ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിസ്യൂട്ട് എന്ന് എഴുതണ്ട, ഡെക്കാ പോയിസ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, സോ അങ്ങനെ ഒരു സൗജന്യം ഞാൻ തരാം. നിങ്ങൾക്ക് യൂണിറ്റ് ഡെക്കാ പോയിസ് എന്ന് എഴുതിയാൽ മതി. എന്താ ചെയ്താൽ ഡെക്കാ പോയിസ്, അതാണ് കുറച്ചും കൂടെ നല്ലത്. മറ്റേത് പോയിസ്യൂട്ട് പോയിസ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ആകെപ്പാട് ഒച്ചപ്പാടാവും. സോ SI യൂണിറ്റ് ഓഫ് ഈറ്റ എന്ന് പറയുന്നത് ഡെക്കാ പോയിസ് ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ എന്താ പറയുക, SI യൂണിറ്റ് ഓഫ് ഈറ്റ ഈസ് ഡെക്കാ പോയിസ്, അതിന്റെ യൂണിറ്റ് പോയിസ്. ഓക്കെ, ഡെക്കാ പോയിസ്, POI ആട്ടോ, POI ആണ് ഡെക്കാ പോയിസ്, പോയിസ്. സോ ദാറ്റ്സ് ഓൾ, അത്ര കഴിഞ്ഞു. അപ്പൊ പോയിസല്യൂട്ട് എന്ന് പറയും, നിങ്ങൾ ഡെക്കാ പോയിസ് എന്ന് പറഞ്ഞാൽ മതി, അതാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി സ്റ്റോക്സ് ലോ എന്താ നോക്കാം. സ്റ്റോക്സ് ലോ, ഓക്കെ, സ്റ്റോക്സ് ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സ്റ്റോക്സ് ലോ, പിന്നെ ടെർമിനൽ വെലോസിറ്റി, അതോടൊക്കെ തന്നെ പാഠം തീരുമെന്ന് ചോദിച്ചാൽ പാഠത്തിന്റെ ഒരു 25% എത്തും. അതായത് പാഠം തീരാനായിട്ടില്ല, പാഠം വളരെ ലെങ്തി ചാപ്റ്റർ ആണ്. So we are going to deal with Stokes law. Okay, what is Stokes law? എന്താ Stokes law എന്ന് പറഞ്ഞാൽ നോക്കാം. സ്റ്റോക്ക് എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ പേരാട്ടോ. ഓക്കെ, അപ്പൊ സ്റ്റോക്സ് ലോ പറയുന്നത് എന്താ വെച്ചാൽ, when a body falls through a fluid, it drags the layers of the fluid in contact with it. A relative motion between the different layers of fluid is set and the resultant body experiences a retarding force. അതായത് നമ്മള് ഇതിപ്പോ ഒരു വലിയ ടാങ്കാണ്, ഇതില് ഏതോ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, വാട്ടർ ഉണ്ടെന്ന് വിചാരിച്ചു. ഞാനൊരു പന്ത് എന്ത് ചെയ്തു, ഇവിടുന്ന് താഴോട്ട് ഇട്ടു. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ താഴോട്ട് ഇടുമ്പോൾ ഇവിടെയൊക്കെ മറ്റേ ലിക്വിഡ് ഉണ്ട്, ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ, പന്ത് ഇങ്ങനെ താഴോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക, അവനെ ബോഡി ഫാൾസ് ത്രൂ എ ഫ്ലൂയിഡ്, ഇറ്റ് ഡ്രാഗ്സ് ദ ലേയേഴ്സ് ഓഫ് ദ ഫ്ലൂയിഡ് വിത്ത് ഇറ്റ്. അതായത് ഇതിങ്ങനെ ഫാൾ ചെയ്യുമ്പോൾ ഇവിടെ കുറെ ലേയേഴ്സ് ഉണ്ട്, ആ ലേയേഴ്സ് കൂടെ ഒക്കെ ഇതിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ പോവാണ്, അതിനൊക്കെ വലിച്ചിങ്ങനെ പോവാണ്. അപ്പൊ അത് കാരണം റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ഡിഫറെന്റ് ലേയേഴ്സ് ഓഫ് ഫ്ലൂയിഡ് സെറ്റ് ആൻഡ് റിസൾട്ടന്റ് ബോഡി എക്സ്പീരിയൻസസ് എ റിട്ടാർഡിംഗ് ഫോഴ്സ്. സോ ഇവരുള്ള ഈ ഒരു ലേയേഴ്സിനൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇയാളെ മോഷൻ എന്ത് ചെയ്യും, ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാൻ നോക്കും. അതായത് ഈ ബോഡിക്ക് ഒരു റിട്ടാർഡഡ് മോഷൻ ഉണ്ടാവും. ഇപ്പൊ ബോഡി താഴോട്ട് പോവുകയാണെങ്കിൽ മുകളിലോട്ട് ഒരു റിട്ടാർഡഡ് മോഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ റിട്ടാർഡഡ് ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, റിട്ടാർഡഡ് ഫോഴ്സ് അല്ലെങ്കിൽ റിട്ടാർഡഡ് മോഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫാളിംഗ് ഓഫ് എ റെയിൻ ഡ്രോപ്പ്, സിംഗിങ് ഓഫ് എ പെൻഡുലം, അതൊക്കെ സ്റ്റോക്സ് ലോന്റെ ഈ ഒരു ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അക്കോർഡിംഗ് ടു സ്റ്റോക്സ് ലോ, the viscous force acting on a sphere of radius r moving through a viscous medium with a velocity v is given by. അതായത് ഇപ്പൊ ഈ ഒരു സ്പിയറിന്റെ റേഡിയസ് r ആണെന്ന് വിചാരിക്കുക, ഇത് താഴോട്ട് പോകുന്ന വെലോസിറ്റി v ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ സ്റ്റോക്സ് ലോ പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്സ് ലോന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇത് കാരണം ഇതിനൊരു ഫോഴ്സ് ഉണ്ടാവും, ഒരു റിട്ടാർഡഡ് ഫോഴ്സ്. അതായത് താഴോട്ട് പോവുകയാണെങ്കിൽ മുകളിലോട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും, അതായത് താഴോട്ട് പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവും. സോ ആ ഫോഴ്സ് ആണ് സ്റ്റോക്സ് ഫോഴ്സ്. So Stokes force കാണാൻ ഇക്വേഷൻ F is equal to
6π കേട്ടോ, 6π ഈറ്റ ആർ വി. ഓക്കെ, 6π ഈറ്റ ആർ വി. ഈറ്റ എന്ന് പറഞ്ഞ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. ആർ എന്ന് പറഞ്ഞ സ്പിയറിന്റെ റേഡിയസ്, അറിയില്ലെങ്കിൽ എഴുതി വെക്കുക. ആർ എന്ന് പറഞ്ഞ സ്പിയറിന്റെ റേഡിയസ് ആണ്. സോ ഒരു ബോഡി താഴോട്ട് പോകുമ്പോൾ സ്റ്റോക്സിന്റെ ഇത് പ്രകാരം റിട്ടാർഡഡ് ഫോഴ്സ് ഉണ്ടാവും, അത് നേരെ മുകളിലോട്ടായിരിക്കും. സ്പിയറിന്റെ റേഡിയസ് ആണ്, റേഡിയസ് ഓഫ് സ്പിയർ. വി എന്ന് പറഞ്ഞാൽ അത് പോകുന്ന വെലോസിറ്റി. ഓക്കെ, അത് പോകുന്ന വെലോസിറ്റി. ഓക്കെ, സോ എഫ് ഈസ് ഈക്വൽ ടു 6π ഈറ്റ ആർ വി. ഓക്കെ, എഫ് ഈസ് ഈക്വൽ ടു 6π ഈറ്റ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഫോഴ്സ് എന്താണ്, ഈസ് പ്രൊപ്പോർഷണൽ ടു ദ, ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ വെലോസിറ്റിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, വെലോസിറ്റി ഇത് താഴോട്ട് പോകുമ്പോൾ വെലോസിറ്റി താഴോട്ടാണ്, പക്ഷെ ഇത് കൊടുക്കുന്ന ഫോഴ്സ് മുകളിലോട്ടായിരിക്കും. സോ ഈ ഫോഴ്സും ഇവിടെ ഉണ്ടാകുന്ന ഈ വിസ്കസ് ഫോഴ്സ്, ഇതിന് വിസ്കസ് ഫോഴ്സ് പറയില്ല കേട്ടോ, സ്റ്റോക്ക് ലോ കാരണം ഉണ്ടാകുന്ന റിട്ടാർഡഡ് ഫോഴ്സും ഈ വെലോസിറ്റിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ആയിരിക്കും. ഓക്കെ, സോ സ്റ്റോക്സ് ലോ കഴിഞ്ഞു. സോ ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ് ഈ ലോ എന്ന് പറയുന്നത്. സോ സ്റ്റോക്സ് ലോനെ പറ്റി ഇനി വല്ലാതെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇനി വേറൊരു സാധനം കിടക്കുന്നുണ്ട്. ഇവിടെ കിടക്കുന്നുണ്ട്. സോ നമ്മൾ ഇനി അതിലോട്ടാണ് പോകുന്നത്. ഇപ്പൊ സ്റ്റോക്സ് ലോ കഴിഞ്ഞു. സ്റ്റോക്സ് ലോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഏതൊരു സാധനം വെള്ളത്തിലേക്ക് വീഴുമ്പോഴും ഈ ഒരു ഫോഴ്സ് മാത്രമാണ് ഉള്ളത്. മീൻസ് എഫ് ഈസ് ഈക്വൽ ടു 6π ഈറ്റ ആർ എന്നുള്ള ഫോഴ്സ് മാത്രമാണ് ഉള്ളത്, അല്ല വേറെയും കുറെ ഫോഴ്സുകൾ ഉണ്ട്. ഓക്കെ, വേറെയും കുറെ ഫോഴ്സുകൾ ഉണ്ട്. സോ നമ്മൾ അതിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ടെർമിനൽ വെലോസിറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ, ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, ടെർമിനൽ വെലോസിറ്റി. അപ്പൊ ടെർമിനൽ വെലോസിറ്റി ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ടെർമിനൽ വെലോസിറ്റിക്ക് കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ ടെർമിനൽ വെലോസിറ്റി നമുക്ക് നോക്കാം. സോ ടെർമിനൽ വെലോസിറ്റി എന്താന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എന്താ ടെർമിനൽ വെലോസിറ്റി എന്താന്ന് നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അത് വലിയ വിഷയമല്ല, നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ടെർമിനൽ വെലോസിറ്റി എന്താ നോക്കാം. സോ ടെർമിനൽ വെലോസിറ്റിനെ വി ടി എന്ന ഡിനോട്ട് ചെയ്യാം. നിങ്ങൾ സിംപ്ലി വെറും വി എന്നിട്ടാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ദ മാക്സിമം കോൺസ്റ്റന്റ് വെലോസിറ്റി attained by a body falling through a viscous medium is known as terminal velocity. അതായത് ഒരു ബോഡി എന്താ പറയാ, സപ്പോസ് അങ്ങനെ വരക്കേണ്ട ആവശ്യമില്ല. സപ്പോസ് എന്താ പറയുക, ഇവിടെയൊക്കെ ലിക്വിഡാണ്, ഇവിടെയൊക്കെ ഏതോ ലിക്വിഡാണ്. ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ ഏതോ ഒരു ഫ്ലൂയിഡോ ലിക്വിഡോ നിറച്ച് വെച്ചിട്ടുണ്ട്. സോ ഇതിലൂടെ നമ്മൾ ഇപ്പൊ ഇവിടുന്ന് ഈ എയർ നേരത്തിനെ താഴോട്ട് ഇട്ടു. സ്വാഭാവികമായിട്ട് ഇത് താഴോട്ട് പോകുമ്പോൾ താഴേക്ക് ഒരു വെലോസിറ്റി ഉണ്ടാവും. ഓക്കെ, ഈ വെലോസിറ്റി ഇതിലൂടെ ഇങ്ങനെ താഴോട്ട് പോകുമ്പോൾ ഇതിന്റെ വെലോസിറ്റി ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഫ്ലക്ച്വേറ്റ് ചെയ്തിരിക്കും, കാരണം ഇവിടെയുള്ള ഫോഴ്സ് കാരണം. സോ ഈ ഒരു ബോഡി അറ്റൈൻ ചെയ്യുന്ന മാക്സിമം വെലോസിറ്റി ഉണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, സോ ഒരു ബോഡി ഒരു ഫ്ലൂയിഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അത് അറ്റൈൻ ചെയ്യുന്ന മാക്സിമം വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. നമ്മൾ വി ടി എന്നാണ് പറയുക. ഓക്കെ, so terminal velocity എന്താ, the maximum constant velocity attained by a body falling through a viscous medium is known as terminal velocity. Okay, so അതാണ് അവിടെ ഉള്ളത്. ഇനി നമുക്ക് ഇതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യണം. ഓക്കെ, ഇതിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യണം. സോ ഒരു ബോഡി ഇതിലൂടെ ഇങ്ങനെ ഫാളോ ചെയ്യണം. ഓക്കെ, ഒരു ബോഡി എന്താണ് ഇതിലൂടെ ഇങ്ങനെ ഫാളോ ചെയ്യാണ്. സപ്പോസ് ആ ബോഡി ഇതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. സോ ആ ബോഡി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ് എ സ്മോൾ സ്പെറിക്കൽ ബോൾ ഓഫ് റേഡിയസ് ആർ. ഓക്കെ, സോ ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ആറാണ്. ഓക്കെ, ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ആറാണ്. ഓക്കെ, ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ആറാണ്. ആൻഡ് ഡെൻസിറ്റി റോ. ഓക്കെ, ഇതിന്റെ ഡെൻസിറ്റി എന്താണ്, റോ ആണ്. അപ്പോ ഈ സാധനത്തിന്റെ ഡെൻസിറ്റി ആണ്, സ്പിയറിന്റെ ഡെൻസിറ്റി ആണ് റോ. ഓക്കെ, ഫാളിംഗ് ത്രൂ എ വിസ്കസ് ഫ്ലൂയിഡ് ഓഫ് ഡെൻസിറ്റി സിഗ്മ. ഈ സാധനത്തിന്റെ പേര് സിഗ്മ എന്നാട്ടോ. ഇങ്ങനെ എഴുതിയ അതിന്റെ പേര് സിഗ്മ എന്നാണ്. അപ്പൊ ഇവിടെ സിഗ്മ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്. ഓക്കെ, അവിടെ വെച്ച ഫ്ലൂയിഡ് ആണ്, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ് സിഗ്മ. റോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൻസിറ്റി ഓഫ് എന്താ പറയാ, ഓഫ് സ്പിയർ. രണ്ടും വ്യത്യാസം ഉണ്ട് കേട്ടോ. സോ ഇത് മീഡിയം ഏതോന്നും അറിയാം, ഇതിലൂടെ ഏതോ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. സോ ഇതിന്റെ ഡെൻസിറ്റി എന്താണ്, സിഗ്മയാണ്. അത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കണം, അത് മാറിയാൽ ആകെ മാറും. ഓക്കെ, സോ ഇതിലൂടെ ഈ സാധനം ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ട് ഉണ്ടാവും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ട് ഒരു വെയിറ്റ് ഉണ്ടാവും, W is equal to mg ഉണ്ടാവും. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചൊരു ഫോഴ്സ് ഉണ്ടല്ലോ, ഉണ്ട്, വിസ്കസ് ഫോഴ്സ്. അതായത് സ്റ്റോക്സ് ലോ കാരണം ഉണ്ടാവുന്ന വിസ്കസ് ഫോഴ്സ്, ഞാനതിനെ എഫ് വി എന്ന് കൊടുത്തു, 6π എന്താ പറയാ ഈറ്റ ആർ വി എന്ന് കൊടുത്തു. സ്റ്റോക്സ് ലോന്റെ ഉണ്ടാവുന്ന ഫോഴ്സിനെ വിസ്കസ് ഫോഴ്സ് എന്ന് പറയും, അത് മുകൾക്ക് ഉണ്ടാവും. ഇനി ഇത് കാരണം ഇതല്ലാതെ മൂന്നാമതൊരു ഫോഴ്സും കൂടെ മുകൾക്ക് ഉണ്ടാവും, അതിനെയാണ് അപ്ത്രസ്റ്റ് എന്ന് പറയാ, എഫ് ടി. ഓക്കെ, അപ്ത്രസ്റ്റ് എന്ന് പറയാ, അത് മൂന്നാമത്തെ ഒരു ഫോഴ്സ് ആണ്. ഓക്കെ, അപ്ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മള്
നിങ്ങൾക്ക് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. സപ്പോസ് നമ്മളിപ്പോ ഒരു വലിയ കല്ല് പിടിച്ചു എയറിൽ, പക്ഷെ ആ സാധനം നമ്മൾ വെള്ളത്തിൽ വെച്ച് പൊക്കുമ്പോൾ എന്തായിരിക്കും, ആ സാധനത്തിനെ വെള്ളത്തിൽ വെച്ച് പൊന്തിക്കുമ്പോൾ അതിന് വെയിറ്റ് കുറവായിരിക്കും. അതിന് കാരണം ഈ ലിക്വിഡ് അതിന് മുകളിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ലിക്വിഡ് അതിന് മുകളിലോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് അപ്ത്രസ്റ്റ്. ഓക്കെ, ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് അപ്ത്രസ്റ്റ്. ലിക്വിഡ് ആ ബോഡിന്റെ മുകളിലേക്ക്, ആ ബോഡിനെ സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, അതിനാണ് അപ്ത്രസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എഫ് ടി എന്ന് പറഞ്ഞാൽ അപ്ത്രസ്റ്റ് ആണ്. അതിനൊരു വാല്യൂ കൂടെ ഉണ്ട്, ആ വാല്യൂ നമ്മൾ കാണും. അപ്പൊ എഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ്. ഓക്കെ, എഫ് ടി എന്ന് പറഞ്ഞാൽ അതാണ്. സോ ഇത്രക്ക് 3 ഫോഴ്സുകളാണുള്ളത്. ഏതൊക്കെ ഫോഴ്സ് ആണ്? ഒന്നാമത്തെ എഫ് ടി, അതിന്റെ പേരാണ് അപ്ത്രസ്റ്റ്. ഓക്കെ, ഏതൊരു ബോഡി ആയിക്കോട്ടെ ലിക്വിഡ് കൊടുക്കുന്ന ഫോഴ്സ് ആണ് അപ്ത്രസ്റ്റ്. രണ്ടാമത് താഴോട്ട് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് W=mg. പിന്നെ ഒരു എഫ് എന്ന് പറഞ്ഞ വിസ്കസ് ഫോഴ്സ്. സോ ആ വേരിയസ് ഫോഴ്സസ് നമുക്ക് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. സോ വേരിയസ് ഫോഴ്സസ്, അപ്പൊ നമുക്ക് ഇവിടെയുള്ള വേരിയസ് ഫോഴ്സുകൾ നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, ചെറിയ ഡെറിവേഷൻ ആണ്, ഇത് എക്സാമിന് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇതില്ലാത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടുകൊണ്ട് ഇതുവരെ കണ്ടിട്ടില്ല, ടെർമിനൽ വെലോസിറ്റി വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് അതിനും കൂടെ ടൈം ഉണ്ട്. സോ വേരിയസ് ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തോളൂ. സോ വേരിയസ് ഫോഴ്സസ്, ഓക്കെ, വേരിയസ് ഫോഴ്സസ്, ഓക്കെ, ഫോഴ്സസ് എന്താ പറയാ, ആക്ടിങ് ഓൺ ദ ബോൾ ആർ, ആക്ടിങ് ഓൺ ദ ബോളോ സ്പിയറോ എന്തും പറയാം, ഓൺ ദ ബോൾ ആർ. അപ്പൊ 3 ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വൈവൊക്കെ ചോദിക്കും. ഒന്നാമത്തെ ഫോഴ്സ് എന്താ, വെയിറ്റ് ഓഫ് ദ ബോൾ. ഓക്കെ, വെയിറ്റ് എന്താ പറയാ, ഓഫ് ദ ബോൾ. ഓക്കെ, വെയിറ്റ് ഓഫ് ദ ബോൾ ഇതാണ് ഒന്നാമത്തെ ഫോഴ്സ്. സോ അത് കാണാനുള്ള ഇക്വേഷൻ W=mg ആണ്. ഓക്കെ, mg ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം mg ആണ്. ഇത് നമുക്കറിയാം ഡെൻസിറ്റി എന്താണ്, മാസ് ബൈ വോളിയം ആണ്. സോ മാസ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. അപ്പൊ നമുക്ക് ആ മാസിന്റെ സ്ഥാനത്ത് ഇങ്ങനെ എഴുതാം. സോ W ഡെൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റി ആരുടെ ഡെൻസിറ്റി ആണ്, സ്പിയറിന്റെ ഡെൻസിറ്റി ആണ് അല്ലെ. സോ ഡെൻസിറ്റി ഓഫ് എന്താ പറയാ, സ്പിയർ അല്ലേ. സോ ഡെൻസിറ്റി ഓഫ് സ്പിയർ ഇൻറ്റു വോളിയം ഓഫ് സ്പിയർ ഇൻറ്റു ജി. ഡെൻസിറ്റി ഓഫ് സ്പിയർ എന്താണ്, ഡെൻസിറ്റി ഓഫ് സ്പിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് റോ ആണ് അല്ലെ. ഡെൻസിറ്റി ഓഫ് സ്പിയർ എന്ന് പറഞ്ഞാൽ റോ ആണ്. അല്ലല്ല, നിങ്ങൾ പ്രത്യേകം നോക്കണം, വെയിറ്റ് ഓഫ് ദ ബോൾ ആണ്. ഓക്കെ, അത് താഴോട്ടാണ് പോകുന്നത്. ഓക്കെ, അത് നമുക്ക് താഴോട്ടാണ് പോകുന്നത്. ഇവിടെ ഡെൻസിറ്റി ഓഫ് ദ സ്പിയർ നിങ്ങൾ കൊടുക്കണ്ട. ഓക്കെ, കാരണം ഓക്കെ ഡെൻസിറ്റി ഓഫ് സ്പിയർ നിങ്ങൾ കൊടുത്തോ. ഡെൻസിറ്റി ഓഫ് സ്പിയർ അത് എത്രയാണ്, W ഡെൻസിറ്റി ഓഫ് സ്പിയർ എത്രയാണ്, നമ്മൾ നേരത്തെ പഠിച്ചു റോ ആണ്. റോ ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാൽ സ്പിയറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 എന്താണ്, πr³ ആണ്. അതേ ഇൻറ്റു ജി ആണ്. സോ വെയിറ്റ് എന്ത് കിട്ടും, W=4/3 πr³ റോ ജി എന്ന് കിട്ടി. ഓക്കെ, 4/3 πr³ റോ ജി. ഈ വെയിറ്റ് ഓഫ് ദ ബോൾ എപ്പോഴും ആക്ടിങ് ഡൗൺവേർഡ്സ് ആയിരിക്കും. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും താഴോട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, സോ ഒന്നാമത്തത് കഴിഞ്ഞു, അതാണ് വെയിറ്റ് ഓഫ് ദ ബോൾ. അപ്പൊ 3 ഫോഴ്സ് ഉണ്ട്. സോ ഒന്നാമത്തെ ഫോഴ്സ് അത് W=4/3 πr³ റോ ജി ആണ്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടോ, ഇല്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ഫോഴ്സ്. സോ ദ സെക്കൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് അപ്ത്രസ്റ്റ് ആണ്. ഓക്കെ, അപ്ത്രസ്റ്റ്. ഓക്കെ, അപ്ത്രസ്റ്റ് THRUST ആട്ടോ, അപ്ത്രസ്റ്റ് ഡ്യൂ ടു ബോയൻസി. ഓക്കെ, ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫോഴ്സ് ആണ്, ഡ്യൂ ടു ബോയൻസി. അതിന് നമ്മൾ എഫ് എന്താ കൊടുക്കുക, ടി എന്നാണ് കൊടുക്കുക. ഫോഴ്സ് ഡ്യൂ ടു അപ്ത്രസ്റ്റ് എന്നൊക്കെ പറയും. ഓക്കെ, അതെന്ന് പറയുന്നത് FT വെയിറ്റ്. ഓക്കെ, വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. ഓക്കെ, വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ അതൊന്നും നിങ്ങൾ നോക്കണ്ട, അതിന്റെ ഇക്വേഷൻ നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് എഴുതിക്കോ. FT അപ്ത്രസ്റ്റ് കാരണം ഉണ്ടാവുന്ന ഫോഴ്സ്, അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചേക്കുക. 4/3 πr³ സിഗ്മ ജി ആണ്. ഓക്കെ, സിഗ്മ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ആണ്. ഓക്കെ, സോ രണ്ടാമത്തെ ഫോഴ്സും കഴിഞ്ഞു. ഒന്നാമത്തെ ഫോഴ്സ് ഇതായിരുന്നു, അതിന്റെ വാല്യൂ എത്ര, 4/3 πr³ റോ ജി ആയിരുന്നു. രണ്ടാമത്തിന്റെ വാല്യൂ 4/3 πr³ സിഗ്മ ജി ആണ്. ദെൻ ദർ ഈസ് വൺ മോർ ഫോഴ്സ്. മൂന്നാമത്തെ ഫോഴ്സ് എന്താ, സോ മൂന്നാമത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വിസ്കസ് ഫോഴ്സ് ആണ്. ഓക്കെ, വിസ്കസ് ഫോഴ്സ്. ഓക്കെ, വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ FV ആണ്. ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ എന്താണ്, അപ്വേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെയും അപ്വേർഡ് ഡയറക്ഷൻ ആണ്. അപ്ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്വേർഡ് ആണ്. ഓക്കെ, അപ്ത്രസ്റ്റ് പറഞ്ഞാൽ അപ്വേർഡ് അല്ല, അപ്പ് ഡയറക്ഷനിലുള്ള ഫോഴ്സ്. സോ അത് FV ആണ്. അത് കാണാൻ നമുക്ക് ഓൾറെഡി അറിയാം, FV = 6 π∗RV. സോ 3 ഫോഴ്സുകൾ കിട്ടി, 3 ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും കിട്ടി. സോ അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാണ്. സോ ഇവിടെ വെയിറ്റ് കാണുന്ന ഇക്വേഷൻ എന്താണ്, വെയിറ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, 4/3. ഓക്കെ, 4/3 πr³ എന്താണ്, റോ ജി ആയിരുന്നു. അപ്ത്രസ്റ്റോ, ഓക്കെ, അപ്ത്രസ്റ്റോ 4/3 πr³ സിഗ്മ ജി. സോ 3 ഫോഴ്സുകൾ നമുക്ക് കിട്ടി. ഓക്കെ, സോ ഏതൊരു ബോഡി ആയിക്കോട്ടെ, ഏതോ കല്ലോ മരോ എന്ത് തേങ്ങ ആയിക്കോട്ടെ, ഇങ്ങനെ 3 ഫോഴ്സ് ആണ് ലിക്വിഡിൽ അതിനുണ്ടാവുക. സോ അതാണ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തത്. ഓക്കെ,
ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പില് ഇതൊക്കെ പാടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. നമ്മൾ ഉണ്ടാക്കും. ഓക്കെ, നമ്മൾ ഉണ്ടാക്കും. അവിടെ റെയ്നോൾഡ്സ് ഫോഴ്സ് എന്നുള്ള സാധനം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെട്ടിയിട്ടേര്, അത് അയച്ചില്ല. അടുത്ത ടോപ്പിക്. സോ ഇനി എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. എന്താ സംഭവിക്കുക, ഒറ്റ മിനിറ്റ്. അപ്പൊ ഇനി എന്താ ഇവിടെ പറയുന്നത് നോക്കാം. സോ ഇവിടെ എന്താ പറയുന്നത് നോക്കാം. ലെറ്റ്സ് ലുക്ക്. സോ ഇനീഷ്യലി എന്താണ്, ഇനീഷ്യലി ദ ബോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സ്വാഭാവികമാണ്, ഒരു വെള്ളത്തിലേക്ക് ഒരു സാധനം ഇട്ടാൽ അത് സാധാരണ താഴോട്ട് പോകുന്നത് ഗ്രാവിറ്റേഷൻ മൂലമാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, ആസ് ദ വെലോസിറ്റി ഇൻക്രീസസ്, താഴോട്ട് പോകുന്നിടത്തോളം വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുമ്പോൾ റിട്ടാർഡിംഗ് ഫോഴ്സ് ആൾസോ ഇൻക്രീസസ്. റിട്ടാർഡിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മുകൾക്കുള്ള ഫോഴ്സ്. സോ ആദ്യം താഴോട്ട് ഇട്ടപ്പോൾ താഴോട്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം പോകുന്നത്. പക്ഷെ താഴോട്ട് പോകുന്നതോടും ആര് കൂടും, വെലോസിറ്റി ഇങ്ങനെ കൂടാൻ തുടങ്ങും. വെലോസിറ്റി കൂടുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സുകളൊക്കെ കൂടും. ഓക്കെ, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സുകളൊക്കെ കൂടും. ഓക്കെ, ഫൈനലി വെൻ ദ വിസ്കസ് ഫോഴ്സ്, ഓക്കെ ഇതാണ് ഫൈനലി വെൻ ദ വിസ്കസ് ഫോഴ്സ് എന്താ നമുക്കറിയാം. ഓക്കെ, വെൻ ദ വിസ്കസ് ഫോഴ്സ്, ഓക്കെ ഫൈനലി വെൻ ദ വിസ്കസ് ഫോഴ്സ് പ്ലസ്, ഓക്കെ പ്ലസ് upthrust become upthrust, okay finally the viscous force plus upthrust, okay the upthrust become equal, അപ്പൊ ഈക്വൽ ഇടണം. okay become equal to the force of gravity. ഇത് രണ്ടും കൂടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിക്ക് ഈക്വൽ ആവും. ഓക്കെ, അപ്പോ ആദ്യം ഇത് വരുമ്പോ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് ഇങ്ങനെ പോകും, പിന്നെ വെലോസിറ്റി കൂടുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഫോഴ്സുകളും കൂടും. സോ ഏതെങ്കിലും ഒരു പോയിന്റില് ഈ വിസ്കസ് ഫോഴ്സും പ്ലസ് അപ്ത്രസ്റ്റ് അത് രണ്ടും ഈക്വൽ ടു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആവുമ്പോൾ എന്താ സംഭവിക്കുക, ഈക്വൽ ടു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, the net force becomes zero. അപ്പൊ എന്താവും, ടോട്ടൽ ഫോഴ്സ് അതായത് നെറ്റ് ഫോഴ്സ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് അല്ല നെറ്റ് ഫോഴ്സ് സീറോ ആവും. അങ്ങനെ സീറോ ആവുമ്പോൾ ഈ ബോൾ എന്ത് ചെയ്യും, പിന്നെ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുക. പിന്നെ ഇത് രണ്ടും ഈ ഒരു കേസിൽ എത്തുമ്പോൾ മുകൾക്കുള്ള രണ്ട് ഫോഴ്സും താഴോട്ടുള്ള ഫോഴ്സ് ഈക്വൽ ആവുമ്പോൾ ഇതിന്റെ നെറ്റ് ഫോഴ്സ് ഇതേപോലെ സീറോ ആവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ സാധനം കോൺസ്റ്റന്റ് ആയിട്ട് ഒരു വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുക. ഓക്കെ, സപ്പോസ് ഇത് തുടങ്ങിയപ്പോൾ 6 മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും, പിന്നെ 7, 8 ഇങ്ങനെ കൂടി, അങ്ങനെ കൂടുമ്പോൾ ഫോഴ്സ് മുകൾക്കുള്ളതും കൂടി, അങ്ങനെ കൂടി അവസാനം എന്ത് ചെയ്തിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു വെലോസിറ്റി, സപ്പോസ് ഒരു 9 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ പിന്നെ താഴോട്ട് പോകുന്നതോറും 9 മാത്രമേ പോകുള്ളൂ. അതായത് കോൺസ്റ്റന്റ് ആയിട്ട് പിന്നുള്ള വെലോസിറ്റി. സോ അതിനാണ് നമ്മൾ എന്ത് പറയാ, വിസ്കസ്, അതിനാണ് നമ്മൾ എന്ത് പറയാ, ടെർമിനൽ വെലോസിറ്റി എന്ന് പറയാം. അങ്ങനെയാണ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആവുക. ആദ്യം കൂടും, പിന്നെ വിസ്കസ് ഫോഴ്സുകളൊക്കെ ആക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഈ ലെവലിലേക്ക് എത്തിക്കും. ഓക്കെ, നമ്മൾ വിസ്കസ് ഫോഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ത് ചെയ്യുന്നു, വിസ്കസ് ഫോഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എഫ് ടി ആയിരുന്നു. ഓക്കെ, അതുപോലെ അപ്ത്രസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു, എഫ് എന്താ കൊടുത്തത്, എഫ് വി ആണ് നമ്മൾ കൊടുത്തത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, അത് ഡബ്ല്യു ആണ് കൊടുത്തത്. ഓക്കെ, അങ്ങനത്തെ അല്ലേ നമ്മൾ കൊടുത്തത്, അല്ല സംശയമുണ്ട്. ഓക്കെ, നമ്മൾ എഫ് ടി എന്ന് പറഞ്ഞാൽ അപ്ത്രസ്റ്റാ കൊടുത്തത്, എഫ് വി എന്ന് പറഞ്ഞാൽ എന്താ കൊടുത്തത്, ഇതാ കൊടുത്തത്. വലിയ കുഴപ്പമൊന്നുമില്ല, അത് രണ്ടും കണക്കാണ്. ഓക്കെ, വിസ്കസ് ഫോഴ്സ് ആണ് നമ്മൾ എഫ് വി എന്ന് കൊടുത്തത്. ഓക്കെ, അപ്ത്രസ്റ്റിന് നമ്മൾ എഫ് ടി എന്ന് കൊടുത്തത്, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് എഫ് ടി എഫ് ഇതിന്റെ ഒക്കെ വാല്യൂ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. സോ അതിന്റെ ഒക്കെ വാല്യൂകൾ നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ ഇതിന്റെ ഒക്കെ വാല്യൂ നമ്മൾ എടുക്കുക. ഓക്കെ, സോ ഞാനിതൊന്ന് ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരാം. സോ അതാണ്, അപ്പൊ അവിടെ നമുക്ക് എല്ലാവരും ഒപ്പം എഴുതാം. ഓക്കെ, ഞാൻ ഇതിനെ താഴോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് കൂടായിട്ട് എല്ലാവരും ഒപ്പം എഴുതാലോ, നമുക്ക് ഒപ്പം എഴുതാം. ഓക്കെ, കുറച്ച് മെനക്കെടാണിത്. മെനക്കെടല്ല, നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ സോ സിമ്പിൾ ആണ്. ഓക്കെ, അത് വേറെ എന്തെങ്കിലും തരികിട കാട്ടാൻ പോയാൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. ഓക്കെ, ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. സോ ഇതാണ് നമ്മുടെ ചിത്രം. ഓക്കെ, ഇതാണ് നമ്മുടെ ചിത്രം. ഓക്കെ, ചിത്രത്തിന് മുമ്പ് ഇതും കൂടെ വെട്ടിക്കളയാം, വെറുതെ എന്തിനാ ഒരു വശപ്പശരു. ഓക്കെ, അപ്പൊ ഇവിടെ തന്ന സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എടുത്ത് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ തന്ന സാധനങ്ങൾ എന്തൊക്കെ ഉണ്ട്, ആദ്യം എഫ് ടി പറഞ്ഞ അപ്ത്രസ്റ്റ് ആണ്, 4/3 പൈ ആർ ക്യൂബ് റോ ജി. സോ ഇവിടെ കൊടുക്കാം 4/3 പൈ ആർ ക്യൂബ് സിഗ്മ ജി ആട്ടോ, സിഗ്മ ജി പ്ലസ് എഫ് ബി എന്താ, എഫ് ബി 6 പൈ ഈറ്റ ആർ വി. ഓക്കെ, 6 പൈ ഈറ്റ ആർ വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു എത്ര കിട്ടിയേ, ഡബ്ല്യു ഇതാ ഇവിടെ 4/3 പൈ ആർ ക്യൂബ് റോ ജി. ഓക്കെ, 4/3 പൈ ആർ ക്യൂബ് റോ ജി ആണ്. ഓക്കെ, റോ ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാം, അടുത്ത സ്റ്റെപ്പിൽ സിമ്പിൾ ആണ്. ഈ 6 പൈ ഈറ്റ ആർവിനെ ഇവിടെ നിർത്തിയിട്ട് ഈ പ്ലസ് ഇതിനെ എങ്ങോട്ട് എടുക്കാം. സോ എന്ത് വരും, അപ്പൊ 6 പൈ ഈറ്റ ആർവിനെ അവിടെ നിർത്തിട്ടോ. സോ 6 പൈ ഈറ്റ ആർവിനെ അവിടെ നിർത്തി. സോ 6 പൈ ഈറ്റ ആർ വി ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് റോ ജി മൈനസ് ഇവിടെ ഇങ്ങോട്ട് എടുത്തു, ഇങ്ങോട്ട് എന്ത് കിട്ടും, 4/3 പൈ ആർ ക്യൂബ് സിഗ്മ ജി എന്ന് കിട്ടി. ഇങ്ങനെ കിട്ടിയില്ലേ, ഇങ്ങനെ കിട്ടി. ഇനി ഞാൻ ഇവിടുന്ന് രണ്ടോടത്തും 4/3 പൈ ആർ ക്യൂബ് ജി കോൺസ്റ്റന്റ് ആണ്, ഇവിടെയും 4 പൈ ആർ ക്യൂബ് ജി കോൺസ്റ്റന്റ് ആണ്.
So I will take it as common. അതിനാണ് ഔട്ട്ക്ക് എടുത്തു. So 6 pi eta RV. RV ആട്ടോ. RV is equal to 4 by 3 pi R cube G എടുത്തു. ബാക്കി ഇവിടെ എന്താ റോ മൈനസ് സിഗ്മയാണ്. ബാക്കി എന്താ ഉള്ളത്? റോ മൈനസ് സിഗ്മയാണ്. സോ ഇത്രക്ക് എത്തിയില്ലേ? വി ആണ് ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, ഞാൻ വിനെ ഇവിടെ വെച്ചിട്ട് ബാക്കി എല്ലാരെയും താഴേക്ക് എടുത്തു. വിനെ ഇവിടെ വെച്ചിട്ട് ബാക്കി എല്ലാരെയും താഴേക്ക് എടുത്തു. അപ്പൊ എന്ത് കിട്ടും? 4 pi R cube G into റോ മൈനസ് സിഗ്മ ഹോൾ ഡിവൈഡ് ബൈ 3 into 6 pi eta R നെ മൊത്തം എടുത്തു. 6 pi eta R. വി അവിടെ നിന്നോട്ടെ. ഒരു വെട്ടിക്കളഞ്ഞോളൂ. ആരൊക്കെ വെട്ടിക്കളയാം? പൈയും വെട്ടിക്കളഞ്ഞു. 3യും 6ഉം വെട്ടിക്കളഞ്ഞാൽ അവിടെ 2 ആണ്. സോ ഈ 2ഉം കൂടെ എന്ത് ചെയ്തു? ഇവിടെ കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ 2 കിട്ടി. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിട്ടി. ഓക്കെ, 4/3 ഓക്കെ. ഇനി ഇവിടെ ഓക്കെ വേറൊരു കാര്യം, ഇവിടെ 2നെ വെട്ടിക്കളഞ്ഞാൽ ഇവിടെ ഒരു 3 ഉണ്ട്. ഓക്കെ, ഇവിടെ 2നെ ഓക്കെ, അതായത് 3യും ആരൊക്കെ അയ്യോ ചെറിയ വ്യത്യാസം ഉണ്ട്. ഓക്കെ, അത് ക്യൂബാണ്, ഞാൻ അറിയാതെ വെട്ടിക്കളഞ്ഞത്. ഇത് ക്യൂബാണ്, R ക്യൂബാണിത്. ഓക്കെ, അത് കുറച്ച് വലുതാക്കി ചെയ്തപ്പോൾ ഒന്ന് കൺഫ്യൂഷൻ ആയതാണ്. ഇത് ക്യൂബ് ആട്ടോ. ഞാൻ ആ സ്ക്വയറും ക്യൂബൊന്നും ഒരിക്കലും വെട്ടിക്കളയരുത്, അടി വരും. സോ ഇത് ക്യൂബാണ്. ഇനി വെട്ടിക്കളഞ്ഞു. ഇത് ക്യൂബാണ്. ഓക്കെ, അപ്പൊ ആദ്യം പൈയും വെട്ടിക്കളഞ്ഞു. ഓക്കെ, പിന്നെ ഇവിടെ ആരെങ്കിലും വെട്ടിക്കളയാണ്ടോ? യെസ്, ഇവിടെ 4 അപ്പൊ 2 ഉണ്ട്. ഇവിടെ കിട്ടിയ 3 ഉണ്ട്. സോ ഇവിടെ മേലെ 2 മാത്രം, ഇവിടെ 3 into 3 9. സോ ഇത് നമ്മളൊന്ന് ഓർഡറിൽ എഴുതിയാൽ ടെർമിനൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഇങ്ങനെ വരും. ടെർമിനൽ എന്താ പറയാ വെലോസിറ്റി, ഞാൻ വിക്ക് വി ടി എന്ന് കൊടുക്കുകയാണ്. ഈസ് ഈക്വൽ ടു 2/9. ഇവിടെ 3 into 3 9. 2/9 into ഇവിടെ ഒരു R ഉണ്ട്, ഇവിടെ ഒരു R ക്യൂബ് ഉണ്ട്. സോ ഇവിടെ ക്യൂബ് കിട്ടിയ R സ്ക്വയർ ആണ്. 2/9 into R സ്ക്വയർ ബൈ ഇവിടെ താഴെ ഈറ്റ ഉണ്ട്. R സ്ക്വയർ അല്ലെങ്കിൽ R സ്ക്വയർ ഇൻറ്റു ഇവിടെ വരെ ജി കൂടെ ഉണ്ടല്ലോ. R സ്ക്വയർ ഇൻറ്റു ജി ഇൻറ്റു റോ മൈനസ് സിഗ്മ. ഓക്കെ, ഓൾ ഡിവൈഡ് ബൈ എന്ത് കിട്ടും? ഈറ്റ എന്ന് കിട്ടും. ഓക്കെ, so this is the equation to find the terminal velocity of a body. ഇത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. 3 മാർക്കിന്റെ ഡെറിവേഷൻ ആണ്. 2/9 R സ്ക്വയർ ജി ഇൻറ്റു റോ മൈനസ് സിഗ്മ ഓൾ ഡിവൈഡ് ബൈ ഈറ്റ. ഓക്കെ, ഇവിടെ പ്രത്യേകം നോക്കണം, റോ എന്താണ് സിഗ്മ എന്താണെന്ന് നോക്കണം. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. റോ എന്താണ് സിഗ്മ എന്താണെന്ന് നമ്മൾ ഓൾറെഡി തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്. സോ നിങ്ങൾ പ്രത്യേകം നോക്കണം. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്, സിഗ്മ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് സ്പിയർ ആണ്. സോ ഇതോടുകൂടെ നമ്മൾ ഇന്നത്തെ സെഷൻ തീർക്കുകയാണ്. ഇത് ഇപ്പൊ തന്നെ പോയിട്ട് വാച്ച് ചെയ്യണം. ഓക്കെ, അല്ല സോറി, അങ്ങനെയല്ല, ഇത് പോയിട്ട് ഈ ഡെറിവേഷനൊക്കെ ഒന്നും കൂടെ എഴുതി പഠിക്കണം. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. സോ താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.